സ്മിതശ്രീമുഖി വാത്സല്യാദർശിനി സുമധുര ബൃഹദാരണ്യം അധ്യായം 2 4 ബ്രാഹ്മണം സയഥാ സൈന്ധവഖില്യ ഉദകീ പ്രാപ്ത ഉദകം ഏവ അനുവിലീയേത നഹസ്യ ഉദ്ഗ്രഹണായേവ സ്യാദ് യതോ യതസ്ത്വാദതീതാ ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം അനന്തരം അപാരം വിജ്ഞാനഘനയേവ ഏതേഭ്യോ ഭൂതേഭ്യ സമുത്ഥായ താന്യേവ അനുവിനശ്യതി ന പ്രേത്യസപ്ഞ അസ്തീതി അപരേ ബ്രവീമീതി ഹോവാച യാജ്ഞവൽക്യഃ സൈന്ധവഖില്യഃ സിന്ധോർവികാരസൈന്ധവ സിന്ധശബ്ദേന ഉദകം വിധീയതേ സിന്ധനാസിന്ധുരുദകം തദ്വികാരസ്തത്ര ഭവോ വാ സൈന്ധവഃ സൈന്ധവശ്ച സൗഖില്യശ്ചേതി സൈന്ധവഖില്യഃ ഖില ഇവ ഖില്യസ്വാർത്ഥ്യേ യത് പ്രതിഹ ഉദകേ സിന്ധു സുയോനോ പ്രാപ്തഃ പ്രക്ഷിപ്തഃ ഉദകമേവ വിലീയമാനം അനുവിലീയേത യത്തത് ഭൗമ തേജസഃ സമ്പർക്കാത് കാഠിന്യപ്രാപ്തി ഖില്യസ്യ സുയോനി സമ്പർക്കാത് അപഗച്ഛതി തദുദകസ്യ വിലയനം തദനു സൈന്ധവഖില്യോ വിലീയത ഇത്യുച്യതേ. തദേതദ് ഉദകമേവ അനുവിലീയതേ. ഇവിടെ സൈന്ധവഖനനം ഉപ്പ് പറഞ്ഞു അത് ജലത്തിൽ ലയിക്കുന്നു. ജലത്തിൽ നിന്നുണ്ടായത് ജലത്തിൽ തന്നെ ലയിക്കുന്നു. അത് ജലം തന്നെയാണ്. അത് ഉപ്പുപരലിന്റെ ലയനം എന്ന് പറയുന്നത് ജലത്തിന്റെ ലയനമാണ്. ജലത്തിൽ നിന്ന് വേറിട്ടൊന്നല്ല അവിടെ ഉപ്പുപരലായത്. എന്ന് പറഞ്ഞാൽ തദുദകസ്യ വിലയനം. നമ്മൾ ധരിക്കുന്നു അത് ലയിച്ചുപോയി, ആ പരൽ ലയിച്ചുപോയി എന്ന് കരുതുന്നു. അതതിന്റെ പ്രളയമാണ്, പരലിന്റെ പ്രളയമാണ്. അത് തദന് സൈന്ധവഖില്യോ വിലീയതേ. വാസ്തവത്തിൽ അത് ജലത്തിന്റെ തന്നെ പ്രളയമാണ്. ജലം തന്നെയാണ് ആ രൂപത്തിലിരുന്നത്. അത് ലയിച്ചു കഴിഞ്ഞാൽ ആ ജലം ജലമായി തന്നെ മാറിയ നഹ നൈവസ്യ ഖില്യസ്യ ഉദ്ഗ്രഹണായ ഉദ്ധൃത്യ പൂർവോദ്ഗ്രഹണായ ഗ്രഹീതും നൈവ സമർത്ഥഃ കസ്യ സ്വനിപുണോപി
നൈവാസ്യ ഖില്യസ്യ ഉദ്ഗ്രഹണായ ഇനി ആ ഉപ്പുകല്ലിനെ അത് തിരിച്ചെടുക്കുക. വിലയിച്ച ജലത്തിൽ നിന്നും ആ ഉപ്പുകല്ലിനെ തിരിച്ചെടുക്കുന്നതിന് ഉദ്ധൃത്യ പൂർവഗ്രഹണായ നിന്നും വേറിട്ടെടുക്കണം. വീണ്ടും ചൂടുകൊണ്ട് ഉപ്പുകരലാകാതെ ആ വിലയിച്ചിരിക്കുന്ന ഭാവത്തിൽ അതിൽ നിന്നും ആ ഉപ്പ് പരളിനെ എടുക്കുക. ഗ്രഹീതും ദൈവസമർത്ഥ കശ്യസ്യസ്സു നിപുണോവി എത്ര സമർത്ഥനായാലും ശരി, ഏത് സൂക്ഷ്മമായ വസ്തുക്കളെയും കണ്ടുപിടിച്ച് എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു അതികുശലനായ വ്യക്തിക്ക് പോലും അഭിനയിച്ച ഉപ്പുകല്ലിനെ ആ ജലത്തിൽ നിന്ന് വീഴ്ത്തിയെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ ജലത്തിൽ നിന്നുണ്ടായത് ജലമായി തന്നെ തീരുന്നു. ഇതാണ് പ്രളയം. വിശബ്ദാന്ത ഗ്രഹണായ നൈവ സമർത്ഥ കസ്മാത് യസ്മാത് ദേശാത് തദുദകമാദതീത ഗ്രഹീത്വാ സ്വാദയേ ലവണാസ്വാദമേവ തദുദകം തദുഖില്യഭാവ. പക്ഷെ മറ്റൊന്നറിയാം. എന്താണ്? ആ ജലത്തിൽ നിന്ന് ഒരു ഉപ്പുകല്ല് വെള്ളത്തിലേക്കിട്ടിട്ട് അതലിഞ്ഞു ചേർന്ന ആ വെള്ളത്തിൽ നിന്ന് ഉദകം ആദതി അവിടെ നിന്ന് ജലത്തെ എടുക്കാൻ പറ്റും. ഗ്രഹീത്വ സ്വാദയെ ലവണാസ്വാദമേവ അവിടെ ആ ലവണരസം ഉപ്പുരസം തന്നെ അനുഭവിക്കാം. തദുദകം ഖില്യഭാവ. അപ്പം അതവിടെ ഉണ്ട്, അത് തന്നെയാണ് അവിടെ ജലമായിരിക്കുന്നത്. പക്ഷെ ആ പരൽ ഭാവം അതതിനില്ല. എന്തിനാണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞത്? യഥായം ദൃഷ്ടാന്ത ഏവം വാരേയി മൈത്രേയി. യാജ്ഞവൽക്കൻ മൈത്രേയിയോട് പറയുന്നു, ഇനി ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇതം പരമാത്മാഖ്യം മഹദ്ഭൂതം. ഏവം വാരേ ഇതം മഹദ്ഭൂതം. മഹത്തായിരിക്കുന്ന ഭൂതം വസ്തു, പരമാർത്ഥ വസ്തു. യസ്മാത് മഹതോ ഭൂതാദ് അവിദ്യ പരിച്ഛിന്ന സതി കാര്യകരണ ഉപാധി സംബന്ധാത് ഖില്യഭാവം ആപന്നാസി. ആ മഹദ്ഭൂതം എന്ന് പറയുന്നത് മഹത്തായ ഭൂതം എന്ന് പറയാം, അങ്ങനെ അർത്ഥം പറയും. ഇങ്ങനെയും പറയാം, മഹതോ ഭൂത. അവിദ്യ പരിച്ഛിന്ന സതി. ആ മഹദ്ഭൂതം അത് പരമാർത്ഥ രൂപമാണെങ്കിലും അവിദ്യ കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്നു. ഇത് മൈത്രേയിയോട് പറയുന്നു, നീ നിന്റെ സ്വരൂപത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കണം. നീ മഹദ്ഭൂതമാണ്, പരമാർത്ഥ സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിലും അവിദ്യ പരിച്ഛിന്ന സതി, അവിദ്യ കൊണ്ട് പരിച്ഛേദം സംഭവിച്ചു. ഈ ഖില്യഭാവം വന്നു, ജീവഭാവം വന്നു. കാര്യകരണ ഉപാധി സംബന്ധാ ഖില്യഭാവം ആപന്ന അസി. കാര്യകരണ ഉപാധി സംബന്ധം കൊണ്ട് ഖില്യഭാവത്തെ, ഈ പരൽ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഒരു പരമാർത്ഥ വസ്തു തന്നെ ഈ രൂപഭാവങ്ങളെല്ലാം പ്രാപിച്ചിരിക്കുന്നതാണ് നീ എന്ന് പറയുകയാണ്. അതെങ്ങനെ സംഭവിക്കും? ഒരു വസ്തു എങ്ങനെയാണോ അങ്ങനെയല്ലേ ഇരിക്കുന്നത്. പരമാർത്ഥമാണെങ്കിൽ അത് പരമാർത്ഥമായി തന്നെ ഇരിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതെങ്ങനെയാണ്? ജലം ജലമായിട്ടല്ലേ ഇരിക്കുന്നത്, അതങ്ങനെ പരളായി മാറുന്നു. അപ്പോൾ പരളായി മാറുന്നു. അപ്പം അതിന് കാരണം പറയും, അത് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞെന്താണ്? ഭൗമ തേജസ് സമ്പർക്ക. ഭൗമ തേജസ് ഇത് ഭൗതികമായ ഒരു വസ്തു, ജലം. ഭൗതികമായ മറ്റൊരു വസ്തുവാണ് തേജസ്. രണ്ടിന്റെയും കൂടെ സമ്പർക്കം കൊണ്ട്
അതും ഭൗതികം. ഭൗതികമായ മറ്റൊരു വസ്തു ഉണ്ടാകുന്നു, ഉപ്പുപരൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞു അവിദ്യ. ഇത് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നു. അവിദ്യ കൊണ്ട് ആ മഹദ്ഭൂതം ഇത് സംഭവിക്കുന്നു. ഇവിടെ ആ ഉദാഹരണം ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വസ്തു അതിന്റെ സ്വരൂപത്തെ വിട്ട് മറ്റൊരു രൂപത്തെ പ്രാപിക്കാം. അതിന്റെ സ്വരൂപത്തിൽ നിന്ന് നേരെ വിരുദ്ധമായൊരു രൂപത്തെ പ്രാപിക്കാം മറ്റെന്തെങ്കിലും ഒരു നിമിത്തം വന്നു കഴിഞ്ഞു. ജലത്തിന്റെ സ്വഭാവം തന്നെ തരളഭാവമാണ്. തരളമായിരിക്കുക എന്ന് വെച്ചാൽ അതിന് ഒഴുകാൻ കഴിയും, അതിലേക്ക് ആർക്കും പ്രവേശിക്കാം. അത് പറയും ശിഥില അവയവത്തോടു കൂടിയതാണ്. അതിന്റെ അവയവങ്ങൾ ശിഥിലമാണ്. പക്ഷെ ഖരവസ്തുക്കളുടെ സ്വഭാവം അങ്ങനെയല്ല, നേരെ വിപരീതമാണ്. അത് ദൃഢമാണ്. ജലത്തിന്റെ സ്വഭാവം തന്നെ തരളതയാണ്. അത് തന്റേതായ സ്വഭാവത്തെ വെടിഞ്ഞിട്ട് ഖരഭാവത്തെ പ്രാപിക്കുന്നു. ഒരു നിമിത്തം വന്നു കഴിഞ്ഞപ്പോൾ ഒരു വസ്തു അതിന്റെ സ്വഭാവത്തെ വിട്ട് മറ്റൊരു രൂപത്തെ പ്രാപിക്കുന്നു, അതിന്റെ രൂപത്തെ വിട്ട് മറ്റൊരു രൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പ്രാപിക്കുമ്പോഴും അത് അതായി തന്നെ ഇരിക്കുന്നു. അത് ജലം തന്നെയാണ്. ജലം പരൽ രൂപത്തെ പ്രാപിച്ചപ്പോഴും ജലം തന്നെ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനെ അലിയിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോഴും അത് ജലമായിരുന്നു കൊണ്ടാണ് അതിന് ജലമായിട്ട് അലിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും അതിനിത് സംഭവിക്കുന്നു. എങ്ങനെ? നിർഗുണം, നിരാകാരം, ഇവിടെ പറയും അനന്തരം, അപാരം, വിജ്ഞാനഘനം ആയിരിക്കുന്നത് ഈ കാര്യകരണ ഉപാധി സംബന്ധത്തിൽ എങ്ങനെ വരുന്നു? അതിന് ഉള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭൗതികമായ കാര്യങ്ങളിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. ഒരു വസ്തു അതിന്റെ രൂപത്തെ വിട്ട് മറ്റൊരു രൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെ പ്രാപിക്കുമ്പോൾ അത് അതായി തന്നെ ഇരിക്കുന്നു. വീണ്ടും അത് പൂർവ്വരൂപത്തെ പ്രാപിക്കുന്നു. ഇവിടെ അത് സംഭവിക്കുന്നു. ഇവിടെ അതിന് കാരണം പറയുന്ന അവിദ്യ. ഇതിന് അവിദ്യ എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അനുഭവസിദ്ധമാണെന്ന് പറയുന്നു. കാര്യകാരണ ഉപാധി സംബന്ധാത് ഗില്യഭാവം ആപന്നാസി. നീ തന്നെ അങ്ങനെ ആയിരിക്കുകയാണ്. കാര്യകാരണ ഉപാധി സംബന്ധം എല്ലാം ഇതിനൊറ്റ വാക്കുള്ള അവിദ്യ. എന്താണ് ഈ വിദ്യ? വിദ്യയെക്കുറിച്ച് പറയുന്നു. അവിചാരിത സിദ്ധി. അവിദ്യ എന്ന് പറയുന്നത് ഇരുള് പോലെയാണ് അതിന്റെ സ്വഭാവം. അതൊരു വസ്തുവല്ല. എന്തുകൊണ്ട് വസ്തുവല്ല? കാരണം വെളിച്ചം വന്നാൽ നശിച്ചു പോകുന്നു. പുസ്തകം ഒരു വസ്തുവാണ്. വെളിച്ചം വന്നപ്പോൾ ഇത് നശിച്ചില്ല. ഒരു വസ്തുവല്ലാത്തതുകൊണ്ട് പുസ്തകത്തെ മറിച്ചിരുന്ന ഇരുള് പോയി. ഇരുളിനെ ഒരു വസ്തു എന്ന് പറയാൻ കഴിയും? വെളിച്ചം കൊണ്ട് നശിക്കുന്ന ഒരു വസ്തുവല്ല. വസ്തു അവസ്തു എന്നങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. ഒന്ന് വെളിച്ചം കൊണ്ട് നശിച്ചില്ലെങ്കിൽ അത് നമുക്ക് വസ്തു എന്ന് പറയാം. പുസ്തകം വസ്തുവാണ്. വെളിച്ചം കൊണ്ട് നശിച്ചാൽ അത് വസ്തുവല്ല, ഇരുള്. എങ്ങനെയാണോ വെളിച്ചം കൊണ്ടത് നശിച്ചു പോകുന്നത്, അതുപോലെ ഇവിടെ അവിദ്യ അവിചാരസിദ്ധമാണ്. വിചാരം കൊണ്ട്, വിചാരത്തിൽ നിന്ന് വിവേകം ഉണ്ടായാൽ പിന്നെ അതില്ല. അങ്ങനെയുള്ള ഒന്നാണ് അവിദ്യ. ഇതുപോലെയല്ല. ഭൗതികമായ ഉഷ്ണം പോലെയല്ല. ഭൗതികമായ ഉഷ്ണം ഭൗതികമായ പരിവർത്തനം ജലത്തിലുണ്ടാക്കി. രണ്ടിനും തുല്യ സത്തയാണ്. ഉഷ്ണത്തിനും കൊണ്ടൊരു സത്ത, ജലത്തിനും കൊണ്ടൊരു സത്ത, ഉപ്പുപരലിനും കൊണ്ട് ഒരു സത്ത. ഇവിടെ അങ്ങനെയാണ്.
ഇതെല്ലാം ഈ പ്രജ്ഞാനഘനത്തിൽ സംഭവിക്കുന്നതാണ്. അവിടെ അവിചാരിത സിദ്ധമായ അവിദ്യ, ആ വിദ്യയും ഇവിടെ പറയും എന്താണ്, ഈ ചിത്തിന്റെ തന്നെ ഒരു പ്രഭാവമാണ്. അതായത് ഈ ചിത്തിന്റെ തന്നെ ഒരു വിലാസമാണെന്ന് പറയും, അല്ലെങ്കിൽ ഈ ചിത്തിന്റെ തന്നെ ശക്തി വിശേഷമാണെന്ന് പറയും. ഈ ചിത്തിനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ അത് നിലനിൽക്കുന്ന ഒന്നുമല്ല, വിവേകത്തിൽ അതില്ലാതായി പോകുന്നതാണ്. അങ്ങനെയുള്ള ഒന്നുകൊണ്ട് കാര്യകരണ ഉപാധി സംബന്ധ, കാര്യകരണ ഉപാധി സംബന്ധം വരുന്നു. അങ്ങനെ ഇത് വിജ്ഞാന സ്വരൂപമായിരിക്കുന്നതിന് അവിജ്ഞാന സ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊരു രൂപം ഉണ്ടാകാമോ? അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത്. ഭൗമ തേജസ് കൊണ്ട് ജലം അതിന്റെ സ്വഭാവത്തിൽ നിന്നും വേറിട്ടൊരു രൂപത്തെ പ്രാപിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഉപ്പിന്റെ ഉദാഹരണം പറയുമ്പോൾ അതിൽ ഉപ്പെന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥം ജലത്തിലുള്ളതുകൊണ്ടാണെന്ന് പറയാം. ഭാഷകാരൻ മറ്റു സ്ഥലങ്ങളിൽ പറയും എന്താണ്, ഹിമകരകാദി എന്ന് പറയും. ഹിമത്തിന്റെ മറ്റു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അവിടെ വേറിട്ടൊന്നില്ല. ഇവിടെ ഉഷ്ണം കൊണ്ട് സംഭവിച്ചെങ്കിൽ അവിടെ ശീതം എന്ന് പറയുന്നതുകൊണ്ട് സംഭവിക്കുന്നു. അതിന് വേറെ രൂപത്തെ വരുന്നു. എന്തോ അവിടെ ഒന്നുണ്ട്, അത് നമ്മൾ ശീതം എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ അവിദ്യ എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ വിദ്യ എന്നാൽ അത് ഇതിൽ നിന്ന് വേറിട്ടൊന്നാണോ? അല്ല, ഇതിന്റെ തന്നെ ഒരു വിലാസമാണ്. അത് കൊണ്ട് ഇതിന്റെ തന്നെ ഒരു മഹിമയാണ്. ഈ അറിവിന്റെ തന്നെ ഒരു മഹിമ, അത് അറിവിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അപ്പോൾ അറിവിൽ അങ്ങനെ ഒരു വിശേഷത ഉണ്ടായിരിക്കുമോ? ഇല്ല. അതാണ് വിചാരം ചെയ്താലില്ല, അറിവിലതില്ല. അറിവില്ലെങ്കിൽ അതുണ്ട്. അതുകൊണ്ട് കാര്യകരണ ഉപാധി സംബന്ധം വരും. ഇത് സ്വാനുഭവത്തിൽ തന്നെ ചിന്തിച്ചു പോകും. സുഷുപ്തിയിൽ തനേകനായിരുന്നു, അവിടെ ഈ കാര്യകരണ ഉപാധി സംബന്ധമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യകരണ ഉപാധി സംബന്ധം വരും. ഇതാണ് ഇതിന്റെ ഖില്യഭാവം. സുഷുപ്തി എന്ന് പറയുന്നതിന്റെ ജലഭാവം, ജാഗ്രത സ്വപ്നം എന്നതിന്റെ ഖില്യഭാവം. അതിങ്ങനെ സംഭവിക്കുന്നു. എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്താ സമാധാനം പറയുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല, ഒരു ജീവനുമില്ല. എന്താണ്? സുഷുപ്തിയിൽ ഈ ഖില്യഭാവം ഉണ്ടായിരുന്നില്ല, കാര്യകരണ ഉപാധി സംബന്ധം ഉണ്ടായിരുന്നില്ല. സുഷുപ്തിയിൽ ഞാൻ ഇതാണ്, ശരീരമാണെന്നറിഞ്ഞില്ല, ഞാൻ രാമനാണെന്നോ കൃഷ്ണനാണെന്നോ അറിഞ്ഞില്ല, എനിക്ക് കർണങ്ങളുണ്ടെന്നറിഞ്ഞില്ല, മനസ്സുണ്ടെന്നറിഞ്ഞില്ല. ഇതാണ് ഈ ഉപാധി സംബന്ധം. യാതൊരു തരത്തിലുള്ള അറിവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ശേഷിച്ച് എന്താ അവിടെ ശേഷിച്ചത്? ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഞാൻ സുപ്തനായിരുന്നു, ഞാനവിടെ ശേഷിച്ചിരുന്നു. അതാണ് ഇതിന്റെ ജലഭാവം. നമ്മുടെ അനുഭവത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. ജാഗ്രതത്തിലേക്ക് വരുന്നു, ഉണർവിലേക്ക് വരുന്നു, ഇതെല്ലാം ഒരുമിച്ച് വരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഇത് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സമാധാനമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അവിടെ ഇത്തരത്തിലുള്ള ഒരു അനുഭവവും ഇല്ലാതിരുന്നു. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പോട്ടെ, പക്ഷെ ഈ പറയുന്ന കാര്യകാരണ സംബന്ധം, ഉപാധി സംബന്ധം എന്ന് പറയുന്ന അനുഭവം, ഈ അനുഭവം ഉണ്ടെന്നാരും പറയത്തില്ലല്ലോ. അനുഭവം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ എല്ലാവരും, അക്കാര്യത്തിൽ വിവാദമില്ല. ചിലർ പറയും അവിടെ ശരീരം ഉണ്ടായിരുന്നു, മറ്റൊരു പറയും ശരീരം ഇല്ലായിരുന്നു, ഈ ഭൂമി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, അതിലെല്ലാം വിവാദം വരാം. പക്ഷെ ഈ കാര്യകാരണ ഉപാധി സംബന്ധം, ഈ അനുഭവം
ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയെ സംബന്ധിച്ചുള്ള ഈ ലോകം, ഇതിനെ സംബന്ധിച്ചുള്ള ഈ അനുഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഉപാധി സംബന്ധം എന്ന് പറയുന്നത്. ഈ അനുഭവത്തെയാണ് ഖല്യഭാവം എന്ന് പറയുന്നത്. ഇതുണ്ടായിരുന്നില്ല. ശരി, ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവിടെ ഈ അനുഭവം ഉണ്ടായില്ല, ഇവിടെ ഈ അനുഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താ സമാധാനം? ഒരു സമാധാനമുള്ളൂ, എനിക്കറിയില്ല എന്നേ പറയാൻ കഴിയും. എന്തുകൊണ്ട് അവിടെ ഇല്ലായിരുന്നു എനിക്കറിയില്ല, എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായി എനിക്കറിയില്ല. അറിവില്ല എന്നുള്ള ഒരൊറ്റ സമാധാനം, അതാണ് ഇവിടെ പറയുന്ന അവിദ്യ. ആ അറിവില്ലായ്മ തന്നെയാണ് അവിദ്യ. അപ്പൊ ഇതിനെന്താ കാരണം? അവിദ്യ, വേറൊന്നും കാരണം പറയാനില്ല. അറിവില്ലായ്മ തന്നെയാണ് കാരണം. അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെ അവിടെ സംഭവിക്കുന്നു. അവിടെ പുറമെ ഒരു നിമിത്തമുണ്ടായി, ഇവിടെ തന്നിൽ നിന്ന് തന്നെ ഈ നിമിത്തമുണ്ടായി, അറിവില്ലായ്മ. അവിടെ താൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അറിവില്ലായ്മ എവിടെ ആരംഭിച്ചു? എവിടെ മുതലായി അറിവില്ലായ്മ ആരംഭിക്കുന്നത്? ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നന്വേഷിക്കുന്നു. അല്ലെങ്കിൽ നിന്നോട് ചോദിക്കുന്നു, ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? അറിവില്ലായ്മ ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. എപ്പോഴാണോ ഇതിനെ അറിയുന്നത് ആ സമയം മുതൽ. അതിനുമുമ്പ് പറയാൻ പറ്റുമോ? യാതൊരു ഉപാധി സംബന്ധമില്ലായിരുന്ന സമയത്ത് പറയാൻ പറ്റുമോ എനിക്കിതറിയില്ല? പറയാൻ പറ്റുക, കാരണം അവിടെ ചോദ്യമേ ഇല്ല. ഉപാധി സംബന്ധം ഉണ്ടായിട്ട് വേണ്ടേ ഇത് അറിയുന്നു അറിയുന്നില്ലേ എന്നുള്ള പ്രശ്നം ഉന്നയിക്കാൻ. അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അറിവും അറിവില്ലായ്മയും സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വിഷയങ്ങളും അവിടെയില്ല. ജലത്തിൽ ഈ ഖല്യഭാവം വന്നു വരുമ്പോഴാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പറയുന്നു ഉഷ്ണം കൊണ്ട്. അതില്ലെങ്കിൽ കേവലം ജലം മാത്രമായിരുന്നു അവിടെ എന്താ ചോദ്യം? അവിടെ ചോദ്യമുണ്ടോ സമാധാനമുണ്ടോ? രണ്ടുമില്ല. അപ്പോൾ അതിനോടൊപ്പം വരുന്നതാണ്, ആ ഉഷ്ണത്തോടൊപ്പം വരുന്നതാണ് ഈ പരൽഭാവം. ആ പരൽഭാവത്തോടൊപ്പം നിൽക്കുന്നതാണ് ആ ഉഷ്ണം. ഇത് രണ്ടും ചേർന്നേയിരിക്കും. ഉഷ്ണമില്ലെങ്കിൽ പരലില്ല, ജലം മാത്രം. ഇത് രണ്ടും ആപേക്ഷികമാണ്. എന്നാൽ അതങ്ങനെ സംഭവിക്കുന്നു. അവിടെ ജലം അതിന്റെ രൂപഭാവങ്ങളൊക്കെ വെടിയുന്നു, മറ്റൊരു രൂപഭാവത്തിലേക്ക് വരുന്നു, എന്നിട്ടും അത് ജലമല്ലാതാകുന്നില്ല. അതാണ്. അതുപോലെ തന്നെ ഇവിടെ ആ ഗാഠനിദ്രയിൽ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരുന്നു. അവിടെ താനായി തന്നെ ഇരിക്കുന്നു, തനിക്ക് മറ്റൊന്നായി മാറാൻ കഴിയുന്നില്ല. എന്നാലും ഈ ഖല്യഭാവത്തെ പ്രാപിക്കുന്നു. ഈ നാമരൂപങ്ങളെല്ലാം പ്രാപിക്കുന്നു. ഉപാധി സംബന്ധം വരുന്നു. അതെനിക്കറിയില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു. അതിനെ അവിദ്യ എന്ന് പറയുന്നു. അല്ലാതെ മറ്റൊന്നുമില്ല. അത് ഇതോടൊപ്പം വരുന്നതാണ്. ഉഷ്ണം വന്നു കഴിഞ്ഞാൽ പരലും വരും. പരലുള്ളപ്പോൾ ഉഷ്ണവും കാണും. അതുപോലെ അത് ഈ ജാഗ്രത സംഭവിക്കുന്നതാണ്. അറിവില്ലായ്മയും ഇതിനെ സംബന്ധിച്ചുള്ള അറിവും രണ്ടുമുണ്ട് ഇവിടെ. ഒന്ന് ഈ ഉപാധി സംബന്ധമാകുന്ന അറിവ്, മറ്റൊന്ന് ഇതിനൊന്നും ഉത്തരം കിട്ടാത്ത അറിവില്ലായ്മ. ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നതാണ്. തന്നിൽ ഇതൊന്നുമില്ല. ജലം എപ്പോഴും അതിന് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ഉള്ള ഭേദമൊന്നുമില്ലാതെ എപ്പോഴും സ്വച്ഛമായി തന്നെ ഇരിക്കും. അത് ആ പരലായിരിക്കുമ്പോഴും ജലം എന്നുള്ള രൂപത്തിൽ അത് സ്വച്ഛം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് വീണ്ടും ജലമാകാൻ കഴിയുന്നത്. അത് സ്വച്ഛമായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഉപാധി സംബന്ധത്തെ എല്ലാം വിട്ടിട്ട് വീണ്ടും തിരിച്ച് ആ പഴയ ഭാവത്തെ പ്രാപിക്കാൻ അതിന് കാലവും ദേശവും ഒന്നും വേണ്ട.
നിമിഷം കൊണ്ട് സംഭവിക്കുന്നു. ഇത് ഇന്ദ്രജാലം പോലെ ഇത് പ്രകടമാകും. വീണ്ടും ഇത് അപ്രത്യക്ഷമാകുന്നു, വീണ്ടും പ്രകടമാകുന്നു. ഇതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. ജലത്തിൽ ഉപ്പ് പരൽ പ്രകടമാകുന്നത് പോലെ തന്നെ അത് വീണ്ടും അതിലേക്ക് വിലയിക്കുന്നു, വീണ്ടും അതിൽ നിന്ന് പ്രകടമാകുന്നു. ഇവിടെ അതുപോലെ തന്നെ താൻ തന്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു, വീണ്ടും അവിടെ നിന്ന് പ്രകടമാകുന്നു, വീണ്ടും അത് അവിടെ തന്നെ. ഇതാണ് ഉത്പത്തി പ്രളയങ്ങൾ എന്ന് പറയുന്നത്. സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്പത്തി പ്രളയങ്ങൾ. അതിവിടെ ഇനി വരുന്ന ഭാഗങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഭാഷ്യത്തിൽ മാത്രമല്ല ശ്രുതിയിലും. കാര്യകരണോപാധി സംബന്ധ ഖില്യഭാവം ആപന്ന അസി വരുന്നു. എന്നിട്ട് പറയുന്നു മർത്യ. പിന്നെ ഇവിടെ പറയുന്നു, ഇതാ ഞാൻ ജനിച്ചിരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, മരിക്കുന്നു, എനിക്ക് ലാഭനഷ്ടങ്ങളുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, ജയപരാജയങ്ങളുണ്ട്, എല്ലാ ദ്വന്ദ്ങ്ങളും താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മ മരണ അശനായ പിപാസാദി സംസാര ധർമ്മവതി അസി. ഇപ്പോ നീ മൈത്രേയിയോട് പറയുകയാണ്, ഇപ്പോ നീ ജന്മം, അതാണ് ഈ ഖില്യഭാവത്തെ പ്രാപിച്ചപ്പോ, ഈ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ഇതല്ല. എനിക്കറിവില്ല എന്ന് പറയാൻ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത്, അപ്പോൾ മാത്രമേ ഉള്ളൂ എന്താണ് ജന്മം, മരണം, അശന, വിശപ്പ്, പിപാസ, ദാഹം, ഇതെല്ലാം അനുഭവിക്കുന്നു. ഈ ഓരോ അനുഭവങ്ങളും അത് ശാരീരികമായി ശരീര സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ, മാനസികമായ അനുഭവങ്ങൾ, ബാഹ്യമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ, ഏതു തരത്തിലുള്ള അനുഭവങ്ങളായാലും ശരി, ഈ അനുഭവങ്ങളോടുകൂടി സംസാരധർമ്മവതി അസി. ഇതാണ് സംസാരധർമ്മങ്ങളെന്ന് പറയുന്നത്. അത് അറിവില്ലായ്മയെ തുടങ്ങുന്നു സംസാരധർമ്മം. അത് ഉണർവിൽ തുടങ്ങുന്നു എന്നർത്ഥം. ഉണർന്നാൽ അറിയും, അല്ലെങ്കിലില്ല എന്നർത്ഥം. അത് വെളിച്ചത്തിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ പറയുന്നു. വെളിച്ചം അതിന്റെ സ്വരൂപത്തിൽ ഇരുളില്ല. അതൊരു ചെറിയ ദീപമായാലും ശരി, ഇത്രയും ബൃഹത്തായ സൂര്യനായാലും ശരി, അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അവിടെ ഇരുളിന് യാതൊരു സ്ഥാനമില്ല. പക്ഷേ കണ്ണുകൊണ്ട് ആ വെളിച്ചത്തെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ഇരുളിനെയും കാണും. എവിടെയെങ്കിലും കാണും, പരിസരത്ത് എവിടെയെങ്കിലും ഇരുളും കാണും. വെളിച്ചത്തെ കാണുന്നിടത്തെല്ലാം അതിനോട് ചേർന്ന് നിഴലിനെയും കാണും. അപ്പോൾ എവിടെ അറിവുണ്ടാകുന്നു അവിടെ അറിവില്ലായ്മയും വരും, വെളിച്ചം പോലെ. എന്നാൽ അറിവിന്റെ സ്വരൂപത്തിൽ അവിടെ ഇരുളില്ല. അതാണ് പരമാർത്ഥം. അപ്പോൾ ഇവിടെ മൈത്രേയിയോട് പറയുന്നു, നീ പരമാത്മാഖ്യം മഹദ്ഭൂതം, മഹത്തായ ഭൂതമാണ്. ആ നിന്നിൽ നിന്ന് തന്നെ ഈ അവിദ്യ വിലാസം സംഭവിച്ചു. അറിവ് തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചു. അറിവ് തന്നെ അങ്ങനെ വന്നതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അതില്ലാതായിപ്പോകും. അതുകൊണ്ടാണ് അത് അല്ല എന്ന് പറയുന്നത്. ഇരുള് ദോഷമേ അല്ല. ഇരുളെപ്പോഴാണ് ദോഷമാകുന്നത്? വെളിച്ചമില്ലാത്തപ്പോൾ. അത് ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ഉണ്ടാക്കി അന്ധകരണത്തിൽ ഭയം, വിസ്മയം, കമ്പം പലതിനെ ഉണ്ടാക്കുന്നു. വെളിച്ചമില്ലാത്തിടത്തോളം കാലം അതിന് കഴിയും. ശരിയായ വെളിച്ചം വരുമ്പോൾ ഇരുള് പോകുന്നു. പിന്നെ അവിടെ മുമ്പ് ഇരുള് നിന്ന സ്ഥലത്ത് അവിടെ പിന്നെ ഭൂതപ്രേത പിശാചുക്കളൊന്നുമില്ല. അപ്പോൾ അത് ഇരുളിനെ നശിപ്പിക്കുന്ന പര്യാപ്തമായ വെളിച്ചം വേണം. ഇനി ആ വെളിച്ചത്തിന്റെ അപ്പുറത്ത് ഇരുള് മാറി നിന്നിട്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഭൂതപ്രേതങ്ങളെയൊക്കെ സൃഷ്ടിക്കും.
അതുകൊണ്ടാണ് പറയുന്നത് പര്യാപ്തമായ വെളിച്ചം. ഈ പര്യാപ്തമായ വെളിച്ചം എന്ന് പറയുന്നത് എവിടെയാണ്? ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിലാണ്. എവിടെയാണോ ഇരുളിന് നിൽക്കാൻ കഴിയാത്തത് അവിടെ. സാധാരണ വെളിച്ചം പോരാ, സാധാരണ വെളിച്ചത്തിന് വീണ്ടും വരും, ഭൂതവും പറയുന്നതെല്ലാം വരും. ഈ പറയുന്ന കാര്യകരണ അനുഭവം വീണ്ടും വരും. അതാണ് ഈ വെളിച്ചത്തിന്റെ ഒരു പോരായ്മ. ഇവിടെ വെളിച്ചമുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഈ അനുഭവങ്ങളുമുണ്ട്. ഇതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരധർമ്മം. ഈ സംസാരധർമ്മവതിയായിരിക്കുന്നു. വെളിച്ചവും ഇരുളും കൂടിക്കലർന്നിരിക്കുന്നു. തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോഹോ മുമ്പ് പറഞ്ഞില്ലേ തുടക്കത്തിൽ. ആ തമപ്രകാശങ്ങൾ വിരുദ്ധ സ്വഭാവമാണ്, പക്ഷെ ഇവിടെ കൂടിക്കലർന്നിരിക്കുന്നു. വെളിച്ചവും നിഴലും കലരുന്നത് പോലെ ഇവിടെ കലർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംസാരധർമ്മം അങ്ങനെ കലർന്നിരിക്കുമ്പോൾ തന്നെ ആ വെളിച്ചം ഇതിൽ നിന്നും മുക്തനായിരിക്കുന്നു. ആ വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുളില്ല. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ധർമ്മവതി അസി നാമരൂപ കാര്യാത്മിക. ഇവിടെ പറയുന്നു നാമരൂപ കാര്യരൂപത്തിലിരിക്കുന്നു. കാര്യകാരണങ്ങൾക്ക് അപ്പുറമാണ് നിന്റെ സ്ഥിതി. കാര്യമെന്നോ കാരണമെന്നോ പറയാൻ പോയി. കാര്യകാരണങ്ങളെല്ലാം ഇവിടെയാണ്. ഇതിനപ്പുറം ഒരു കാര്യകാരണമില്ല. ഇവിടത്തെ കാര്യകാരണഭാവത്തെ ഒരു നിശ്ചയം ഇല്ലാതെ വരുമ്പോഴാണ്. ഇവിടുത്തെ കാര്യകാരണഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അനിർവചനീയത വരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. അതാണ് ഇതിനെല്ലാം കാരണം. മാ സുഷുപ്തി, അതിൽ നിന്ന് ഈ കാര്യമുണ്ടായി എന്ന് പറയുന്നു. പക്ഷെ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ തന്നെ. പിന്നെ അപ്പുറമുള്ളത് എന്താണ്? അത് കാര്യവുമല്ല കാരണവുമല്ല. അതാണ് സുഷുപ്തി. കാര്യകാരണങ്ങൾക്ക് അപ്പുറമാണ്. ചില സ്ഥലത്ത് പറയും അങ്ങനെ, അത് കാരണമാണ്, ഇത് കാര്യമാണെന്ന് പറയും. അത് പരമാർത്ഥ ദൃഷ്ടിയിലല്ല, യുക്തിദൃഷ്ടിയിൽ പറയുന്നതാണ്. പക്ഷെ പരമാർത്ഥ ദൃഷ്ടിയിൽ എന്താണ്? ഇവിടെയാണ് ഈ കാര്യകാരണ ഭാവങ്ങളെല്ലാം. ഇവിടെയാണോ കാര്യത്തെ കാണുന്നത്, അവിടെ തന്നെയാണ് കാരണം. എവിടെയാ വസ്ത്രത്തെ കാണുന്നത്? തന്തുക്കളിലാണ്. അപ്പൊ കാരണം എവിടെയാ? അവിടെ തന്നെ. കാരണത്തിന് എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറ്റും? കാര്യം എവിടെ അനുഭവപ്പെടുന്നോ അവിടെ തന്നെ കാരണവും അനുഭവപ്പെടണം. നിയമമാണ്. എവിടെയാണോ തിരകളുടെ അനുഭവപ്പെടുന്നത് അവിടെ തന്നെ ജലവും അനുഭവപ്പെടണം. അനുഭവം ഈ ജാഗ്രതത്തിലാവുന്നത്, കാര്യത്തിന്റെ അനുഭവം. അപ്പോൾ കാരണവും ഇവിടെ തന്നെ വരണം. ഈ കാര്യാനുഭവം എന്ന് പറയുന്നത് എന്താണ്? നാമരൂപ കാര്യാത്മിക. പറയുന്നു മൈത്രിയോട്, നീ സ്വയം ഇവിടെ നാമരൂപ കാര്യരൂപത്തിലിരിക്കുകയാണ്. സ്വയം അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാരണം എവിടെയാണ്? ഇവിടെ തന്നെയാണ്. എന്താ, ആരെങ്കിലും വസ്ത്രത്തിന്റെ കാരണം അന്വേഷിച്ച് നൂലിനെ വിട്ടിട്ട് പോകും? സാധ്യമല്ലല്ലോ. അവിടെ തന്നെ ആ കാര്യത്തിൽ തന്നെ കാരണത്തെ കാണും. ഇവിടെ തന്നെയാണ്. അതാണ് പറഞ്ഞത്, എവിടെയാണോ വെളിച്ചം അനുഭവപ്പെടുന്നത് അവിടെ തന്നെയാണ് ഇരുള്. ഈ നാമരൂപ കാര്യരൂപത്തിലുള്ള തന്റെ സ്ഥിതിക്ക് കാരണമായ അവിദ്യ ഇവിടെ തന്നെയാണ്. ഇതിനെ അനുഭവിക്കുമ്പോൾ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധരിക്കും എന്താണ്, ഞാൻ വസ്ത്രത്തെ കാണുന്നുള്ളൂ, നൂലിനെ കാണുന്നില്ല എന്ന് പറയും. അതൊരിക്കലും സാധ്യമല്ല. വസ്ത്രത്തെ കാണുന്നുണ്ടെങ്കിൽ നൂലിനെയും കണ്ടേ പറ്റൂ, അല്ല സാധ്യമല്ല. അതുപോലെ ഈ നാമരൂപ കാര്യാത്മികമായ ഈ അനുഭവം ഉള്ളപ്പോൾ ഇതിന്റെ കാരണത്തിന്റെ ഈ അനുഭവമുണ്ട്. ഇവിടെ എന്തിനാ കാരണമെന്ന് പറയുന്നത്? ഈ നാമരൂപ കാര്യാത്മികമായ അവസ്ഥയിലെത്തിച്ച അവിദ്യ, അവിദ്യയുടെ അനുഭവമുണ്ട്. അത് ഇവിടെയാണ് ഉള്ളത്, വേറെടുത്തുമല്ല. എവിടെയാണോ വിദ്യയുടെ അനുഭവം ഉള്ളത് അവിടെയാണ് അവിദ്യയുടെ അനുഭവം. എന്നുവെച്ചാൽ ഈ ജാഗ്രതയിൽ തന്നെ. ഇത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഇതുണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല. എന്തുകൊണ്ട്?
ഇത് അവിചാരിത സിദ്ധമാണ്. അവിചാരിതമായിരിക്കുന്ന ഏതവസ്ഥയാണ്? ഈ അവസ്ഥയാണ്. മനനത്തിൽ നിന്ന് വിവേകം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഇവിടെ. ആ മനനം കൊണ്ട് വിവേകം ഉണ്ടാകാത്തതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ് ഈ അവിദ്യ. മനനത്തിൽ ആ വിവേകം ഉണ്ടായാൽ പിന്നെ അവിടെ അവിദ്യയില്ല. ഇവിടെ ഉണ്ടായത് ഇവിടെ തന്നെ പോകുന്നു, ഇവിടെ തന്നെ നശിക്കുന്നു. അതുകൊണ്ട് അവിദ്യ ഇവിടെയാണ്, ജാഗ്രതത്തിലാണ്, വേറൊരു സ്ഥലത്തുമില്ല. അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, വേറൊരു സ്ഥലത്ത് ഇതിന് നിലനിൽക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ട്? ഇത് വിചാരം കൊണ്ട് നശിക്കുന്നത് കൊണ്ട്. അത് വിചാരം സംഭവിക്കുന്നിടത്തേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. നമുക്ക് വസ്ത്രത്തെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് നൂലിലല്ലാതെ വേറെ എവിടെയെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ആ വസ്ത്രത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയാണോ അത് പ്രതീതമാകുന്ന അവിടെ നശിപ്പിക്കും. ഒന്നുകിൽ അതിനെ കത്തിച്ചു കളയും, നൂലും പോവും, അല്ലെങ്കിൽ അതിന്റെ ഇഴകളെ പിരിച്ചു മാറ്റും, നൂലവശേഷിക്കും. ഏത് രീതിയിലായാലും ശരി, അതവിടെ അതിന്റെ നാശം സംഭവിക്കും. എന്നുവെച്ചാൽ അതിനെ ആശ്രയിച്ചേ സംഭവിക്കും. അതുപോലെ ഇവിടെ ഈ നാമരൂപ കാര്യാത്മികമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ആണ് വിചാരം കൊണ്ട് ഈ അവിദ്യ നശിക്കുന്നത്. ഈ അവസ്ഥയിലാണ് വിചാരം കൂടാതെ ഈ അവിദ്യ പ്രകടമാകുന്നത്. അതുകൊണ്ട് അമുഷ്യ അന്വയാഹം, സ്വയം കരുതി ഞാൻ ഇന്ന വംശത്തിൽ പിറന്നവളാണ്, അന്വയം വംശം എന്നുവെച്ചാൽ ഞാൻ ഇന്നാരുടെ മകളാണ്, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള അഹം എന്നുള്ള അനുഭവത്തിനോട് കൂടി ചേർന്ന് എന്തെല്ലാം അറിയുന്നു. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ യുവാവാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ധർമ്മിയാണ്, ഞാൻ അധർമ്മിയാണ്, ശിഷ്ടനാണ്, ദുഷ്ടനാണ്. അങ്ങനെ ശാരീരികമായ മാനസികമായ പ്രാപഞ്ചികമായ എന്തെല്ലാം ധർമ്മങ്ങൾ തന്നെക്കുറിച്ച് അറിയുന്നു അഹം എന്ന് ഈ അനുഭവത്തെ പറയുന്നു സഖില്യഭാവം. ഇത് തന്നെയാണ് അഖില്യഭാവം, ജലത്തിന്റെ പരൽഭാവം, ഈ വിജ്ഞാനത്തിന്റെ പരൽഭാവം. ആ വിജ്ഞാനം തന്നെ പരൽഭാവത്തെ പ്രാപിച്ചതാണ്. അത് വിജ്ഞാനമായിരിക്കേ തന്നെ അവിദ്യ കൊണ്ട്. വാസ്തവത്തിൽ ഇല്ലാത്തതായത് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് അതിനും നിലനിൽക്കാൻ വയ്യ. അതും വിജ്ഞാനം തന്നെ. അതുകൊണ്ട് വിജ്ഞാനത്തിൽ ഇത് സംഭവിക്കുന്നു. ഏതോ വേണമെങ്കിൽ പറയാം അതിന് അവിദ്യ. അത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. അത് സംഭവിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതില്ലാതാകുന്ന ഒരു കാര്യമാണ്. ഇത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത ഒരു കാര്യം കൊണ്ട് എന്താ ദോഷം വരും? അതുകൊണ്ട് ദോഷമൊന്നുമില്ല. സ്വപ്നത്തിൽ തന്നെ പുലി പിടിച്ചു തിന്നു എന്ന് കരുതിയിട്ട് എന്താ ദോഷം വരും? ഈ ശരീരത്തിന് വല്ല നാശവും സംഭവിച്ചോ? ഇല്ലല്ലോ. ഇന്ദ്രജാലത്തിൽ ഇന്ദ്രജാലക്കാരൻ തന്റെ ശിരസിന് ഛേദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടെന്താ തനിക്ക് മരണം സംഭവിക്കുന്നു? സംഭവിക്കുന്നില്ലല്ലോ. പക്ഷെ അതൊരു അനുഭവമാണ്. ഇന്ദ്രജാലം എന്ന് പറയുന്നത് അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ പോലെ താൻ വാസ്തവമായി അനുഭവിക്കുന്ന കാര്യമാണ്. സ്വപ്നം അതുപോലെ തന്നെ വാസ്തവമായി അനുഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ ഈ സ്വപ്നവും, ഈ നീണ്ട സ്വപ്നം, മറ്റേ സ്വപ്നത്തെ കുറിച്ച് നമുക്കറിയാം, അത് ക്ഷണികമാണ്. എന്തുകൊണ്ടറിയുന്നു? ആ സ്വപ്നത്തെ ഈ ജാഗ്രതത്തിലെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്ഷണിക സ്വപ്നം എന്ന് പറയുന്നു. ഈ സ്വപ്നത്തെ ഇവിടെ തന്നെ അറിയാം, ഈ ജാഗ്രതയിൽ തന്നെ അറിയാം. അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണ്? ഇതൊരു നീണ്ട സ്വപ്നമാണ്. ഇതും
ഇന്ദ്രജാലം പോലെയാണ്. ഇത് ദോഷമൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് സംഭവിച്ചുകൊണ്ട് ഇവിടെ വിശേഷിച്ചൊന്നും ആർക്കും ഒരു ദോഷവും പറ്റിയില്ല. എന്തുകൊണ്ട്? താൻ സ്വയം ആ പ്രജ്ഞാനഘനമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു പരമാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നേയില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും അത് പറയുന്നതിനെന്താ? ഇന്ദ്രജാലക്കാരൻ തന്റെ ശിരസിനെ ഛേദിച്ചു. പറയാമല്ലോ, പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നതിനെന്താ ദോഷം? എന്നാലും ഞാൻ അനുഭവിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. ശരിയാണ്, ഭയന്നു, നിലവിളിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ദ്രജാലക്കാരന് സ്വയം അറിയാം താൻ ആരെയും ശിരസ് ഛേദിക്കുന്നില്ല, താൻ മുഖാന്തരം ആരും മരിക്കുന്നില്ല. അതുപോലെ ഈ പ്രജ്ഞാനഘനമായിരിക്കുന്ന അറിവ് സ്വയം ബന്ധനത്തിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണ് സംഭവിക്കാൻ കാരണം, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ഇന്ദ്രജാലക്കാരൻ അങ്ങനെ ചിന്തിക്കുമോ? ഇവന്റെ തല ഛേദിക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് സംഭവിക്കാത്ത കാര്യമാണ്. അതുപോലെ ഇതിനെയും കാണണം, ഇതിനെയും മനസ്സിലാക്കണം. അതാണ് പറയുന്നത് അമുഷ്യാന്വയമിതി സഖില്യഭാവം. ഇത്രയുള്ളൂ ഈ ഖില്യഭാവം എന്ന് പറയുന്നത്. അവിദ്യ, വിചാരം കൊണ്ട് നശിച്ചു പോകുന്നതായ, വിചാരം കൊണ്ട് ശ്രദ്ധിക്കാത്തത്. രണ്ട് രീതിയിലും പറയാം. എന്നാൽ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകണം, ഉണ്ടായാലല്ലേ നശിക്കാൻ പറ്റും. ഇത് വിചാരം കൊണ്ട് ശ്രദ്ധിക്കാത്ത ഒന്നും പിന്നെന്താ നശിക്കാൻ? അത് ഇരുള് നശിച്ചു എന്ന് പറയുന്ന പോലെ നമ്മൾ കരുതുന്നു ഇരുള് നശിച്ചു, പുസ്തകം നശിച്ചു, പേനം നശിച്ചു, മേശം നശിച്ചു എന്നെല്ലാം പറയുന്നത് പോലെ ആണോ ഇരുള് നശിച്ചു എന്ന് പറയുന്നത്? അതൊരു അനുഭവമാണ് ഇരുള് നശിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു വസ്തു നശിക്കുന്ന പോലെയുള്ള അനുഭവമല്ല. എന്തുകൊണ്ട്? പുസ്തകം നശിച്ചാൽ ഇതിന്റെ കടലാസുകൾ അവശേഷിക്കും, ഒന്നുമില്ലെങ്കിൽ അതിന്റെ ചാരം അവശേഷിക്കും, അല്ലെങ്കിൽ അത് മറ്റൊന്നായി മാറും. ഇരുള് നശിച്ചാൽ എന്ത് ചാരം അവശേഷിക്കുന്നു? എന്തുകൊണ്ടാവുന്നു അവശേഷിക്കാത്ത? കാരണം അതില്ലാത്തതാണ്. അത് കേവലം വെളിച്ചത്തിന്റെ അഭാവം മാത്രമാണൊന്നുമില്ല. അഭാവം നശിച്ചാൽ എങ്ങനെയിരിക്കും? അഭാവം എന്ന് പറഞ്ഞാൽ തന്നെ നാശമെന്നാണ്. അപ്പം നാശത്തിന്റെ നാശം അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യം വരുന്നില്ലോ. നാശമെന്ന് പറഞ്ഞാൽ തന്നെ സ്വയം നാശമായിരിക്കും. നാശത്തിന്റെ നാശം അങ്ങനെ സംഭവിക്കും? അങ്ങനെ സംഭവിക്കുന്നില്ല. അതുപോലെ ഇരുളിന്റെ നാശം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഭ്രമിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇരുളെന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ നാശമാണ്. ആ നാശത്തിന് പിന്നെ നശിക്കാൻ കഴിയത്തില്ല. പിന്നെ ഇരുട്ട് മാറിയെന്ന് പറയുന്നത്, ഇരുളും മാറിയെന്ന് പറയുന്നത് വെളിച്ചത്തിനെയാണ്. അല്ല, മാറാൻ അവിടെ ഒരു ഇരുളില്ല. വെളിച്ചത്തിന് നമ്മൾ പറയുന്നു ഇരുള് മാറി, അത്രയും. അതൊരു ഭ്രാന്തി മാത്രമാണ്. ഭ്രാന്തിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയും. അതുകൊണ്ടാണ് വെളിച്ചം വന്ന് ഇരുളിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുളിന്റെ ചാരം നമുക്ക് കാണാൻ കിട്ടാത്ത, പിന്നെ ഇരുളൊന്നും അവശേഷിപ്പിക്കാത്ത, ഒന്നും അവശേഷിപ്പിക്കാതെ പിന്നെന്താ അവിടെ അവശേഷിക്കുന്നത്? നമ്മൾ ഇരുളിനെ നശിപ്പിച്ചു എന്ന് കരുതുന്ന വെളിച്ചം മാത്രം അവശേഷിക്കുന്നു. വിജ്ഞാനം, പ്രജ്ഞാനം മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ അതുണ്ടായിട്ടാണോ നശിച്ചത് ഇരുള്? അതുപോലെ അവിദ്യ ഉണ്ടായിട്ട് നശിക്കുന്നതല്ല. അവിദ്യ എന്ന് പറയുന്നത് ഈ വെളിച്ചമില്ലായ്മയാണ്. ആ വെളിച്ചമില്ലായ്മ കൊണ്ട് ചോദിക്കുന്നു, ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ സംഭവിക്കുന്നു, ഇത് എത്ര കാലം നിൽക്കും, എന്താണ് ഈ സംസാരം? അതെല്ലാം വെളിച്ചത്തിൽ എല്ലാം അവസാനിക്കുന്നു. ഇതിങ്ങനെ ഒന്നുണ്ടായിട്ടേയില്ല. ഒന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്താണ്? വെളിച്ചമില്ലാതിരുന്നു.
അതുകൊണ്ട് അഹമിതി സഖില്യഭാവ. മൊത്തത്തിൽ ഇതിനപ്പം എന്ത് പറയും? ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യം പോലെ തോന്നും. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇരുള് നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ പറയുന്നു, അത് വെളിച്ചം കൊണ്ട് നശിച്ചാണല്ലോ. ചിന്തിച്ചാൽ മനസ്സിലാകും ഇരുട്ട് നശിച്ചില്ല, മറിച്ച് വെളിച്ചമേ ഉള്ളൂ. എന്നാലും ഇരുട്ട് നശിച്ചായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇരുളായിരുന്നു, ഇരുള് പോയി എന്ന് കരുതുന്ന ഇതെന്താ? ഒരു വസ്തുവിനെ അതായി മനസ്സിലാക്കാതെ, ഒരു വസ്തുവിന്റെ വാസ്തവത്തെ ഗ്രഹിക്കാതെ നമുക്ക് മറ്റൊന്നായി തോന്നുന്നുണ്ടെങ്കിൽ എന്താ? കാര്യകാരണ ഉപാധി സമ്പർക്ക ഭ്രാന്തി ജനിതവും. ഇത് ഭ്രാന്തി. ഇതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തി നമ്മുടെ അനുഭവമാണ്. ഈ ഭ്രാന്തിയാണ് നമ്മൾ അറിവെന്ന് കരുതുന്നത്. വാസ്തവത്തിൽ ഈ ഭ്രാന്തി മാറുന്നതാണ് അറിവ്. പക്ഷേ നമ്മൾ ഭ്രാന്തി അറിവെന്ന് കരുതിയിരിക്കും. നമ്മുടെ അറിവെന്താണോ? ഇതുവരെ ഇവിടെ ഇരുളായിരുന്നു, ഇരുള് നശിച്ചു, വെളിച്ചം വന്നപ്പോൾ ഇത് ഭ്രാന്തിയാണ്. പക്ഷെ ഇത് നമ്മൾ വലിയ അറിവായി കരുതുകയാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ഇരുളും വെളിച്ചവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? വെളിച്ചം വരുമ്പോൾ ഇരുള് നശിക്കുന്നു. ഇതൊരറിവല്ലേ? ചിന്തിച്ചാലോ ഇത് വെറും ഭ്രാന്തി, ഭ്രാന്തി രൂപത്തിലുള്ള അറിവ്. എന്താണ് അവിടെ? അങ്ങനെ നശിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുള് നശിച്ചു എന്ന് പറയുന്നത് വെളിച്ചത്തിനെയാണ്. വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ അതുവരെ എന്താ സംഭവിച്ചത്? ആ വെളിച്ചം അവിടെ ഉണ്ടായിരുന്നില്ല. ആ വെളിച്ചം പ്രകടമായി. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഭ്രാന്തിജനം. അതുപോലെ തന്നെ ഇവിടെ അവിദ്യ. ഇത് എവിടെയെങ്കിലും കട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമല്ല. എന്താ ധരിച്ചിരിക്കുന്നത്? ഉറങ്ങുമ്പോൾ കട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. കട്ടിപിടിക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? എവിടെയാ ഇത് പോയി കട്ടിപിടിക്കുന്നത്? ഈ ബോധമുണ്ടെങ്കിലേ ഇതിന് നിലനിൽപ്പുള്ളൂ. ഈ ബോധമല്ലെങ്കിൽ നിലനിൽപ്പില്ല ഇതിന്. അപ്പോ ബോധത്തിൽ എന്താണ്? എന്താ ഇതിന്റെ നിലനിൽപ്പ്? ബോധത്തിൽ ഇതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഭ്രാന്തി. ഒരു ഭ്രാന്തിക്കപ്പുറം അവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അവസ്തുവാണ്, അവിചാരിത സിദ്ധമാണ്. ഇവിടെ പോലും സിദ്ധിക്കാത്ത ഒരു കാര്യം, ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതത്തിൽ ഈ വിഷയങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും സിദ്ധിക്കാത്ത ഒരു കാര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ സുഷുപ്തിയിൽ സിദ്ധിക്കുന്നത്? എങ്ങനെയാണ് ആത്മസ്വരൂപത്തിൽ ഇതിനെ സമർത്ഥിക്കുന്നത്? ഇവിടെ സമർത്ഥിക്കാൻ കഴിയാത്ത കാര്യം. അപ്പോൾ അവിദ്യയെ സംബന്ധിച്ച്, അജ്ഞാനത്തെ സംബന്ധിച്ച് അതിനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ശ്രമം നടത്തേണ്ടത്. അതെവിടെയായിരിക്കുന്നത്? അത് ഇരുളിൽ ഭൂതത്തെ കൊണ്ട് ഭയന്നിട്ട് ആ ഭൂതത്തിന്റെ വീടന്വേഷിച്ച് നടക്കും പോലെ. എവിടെയായി ഭൂതത്തിന്റെ താമസം? ഭാര്യയും കുട്ടികളുമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ? കുശലം അന്വേഷിക്കാൻ പോകുന്ന പോലെയാണ്. ചിലപ്പോൾ ശിശുക്കൾ, ബാലന്മാരെ നമുക്കിത് പറഞ്ഞ് ഭയപ്പെടുത്താൻ, എന്താ അയലിൽ നോക്കാം അവിടെ ഭൂതമുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കും, എന്താണ് ഈ ഭൂതം? അതെവിടെയാ താമസിക്കുന്നത്? അതിന്റെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ പറയുന്നവനറിയാം എന്താണ് അതൊക്കെ അസംബന്ധമാണ്. അതുപോലെ അവിദ്യ വർണ്ണിക്കും ശാസ്ത്രത്തിൽ തന്നെ പല രീതിയിൽ. അത് മഹാ അപകടം പിടിച്ച കാര്യമാണ്. അത് ഈ പരമാത്മാവിനെ ബന്ധിപ്പിക്കുന്നതാണെന്നെല്ലാം പറയും. അത് ഒരു ശിശുവിന് ഭൂതത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. അവനെ ഒന്ന് ഭയപ്പെടുത്തി അടക്കിയിരുത്താൻ വേണ്ടി. അത് കവിഞ്ഞ് ജാഗ്രതയിൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാ അങ്ങനെ ഇല്ല? അതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. കേവലം ഭ്രാന്തിയായിരിക്കുന്ന ഒന്നിനെ എങ്ങനെയാണ് നിങ്ങൾ വേറൊരിടത്ത് കൊണ്ട് സ്ഥാപിക്കുന്നത്? സുഷുപ്തിയിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുന്നു? അവിചാരം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നിനെ വിചാരം കൊണ്ട് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? അവിചാരിത സിദ്ധമാണ്. അതുകൊണ്ടത്
പരമാർത്ഥത്തിൽ നിലനിൽക്കാത്ത ഒന്നാണ്. പിന്നെ എന്താ അത് സംഭവിക്കുന്നത്? ഭ്രാന്തി എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഈ ചിത്തന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അത് ചിലപ്പോൾ അങ്ങനെ വരുന്നു, ചിലപ്പോൾ അത് മാറി വരുന്നു. ആകാശം എന്താ എപ്പോഴും സ്വച്ഛമായിരിക്കാത്തത്? ഇപ്പോഴും സ്വച്ഛമായിരിക്കുന്നില്ല. ചിലപ്പോൾ അതിൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, ചിലപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ പല വർണ്ണങ്ങൾ കാണുന്നു. അതുപോലെ ഈ ചിത്തിന്റെ തന്നെ ഒരു വിലാസമാണ് അജ്ഞാനം, അവിദ്യ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്ന ഒന്നല്ല. ചിത്തിൽ നിന്ന് അന്യമായെന്ന് നിലനിൽക്കുന്ന ഒന്നല്ല. അതിനാണ് പറയുന്നത് കാര്യകാരണഭൂത ഉപാധി സമ്പർക്ക ഭ്രാന്തിജനിത. അതാണ് ഈ ഖില്യഭാവം. അതത് എന്ത് ചെയ്യുന്നു? മഹതി ഭൂതേ സ്വയോനു. ഇതെവിടെ നിന്നാണ് വന്നത്? ഏതൊന്നിന്റെയാണ് വിലാസമായിരിക്കുന്ന ഇത്? മഹാസമുദ്രസ്ഥാനിയെ, ഉപ്പ് പരളും ജലവും പോലെ. അത് രണ്ടും ഒന്ന് തന്നെ. അല്ലെങ്കിൽ ഹിമവും ജലവും പോലെ, ഹിമവും ജലവും പോലെ രണ്ടും ഒന്ന് തന്നെ. അതിനല്പം പോലും വ്യത്യാസം വന്നിട്ട് എന്നാലും നമ്മൾ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? രൂപവും നിറവും ആകൃതിയും ഘനവും മാനവും എല്ലാം ആ ഹിമത്തിൽ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ജലം തന്നെയാണ്. അതുപോലെ മഹാസമുദ്രസ്ഥാനിയെ പരമാത്മനി, അതാണ് പരമാത്മാ, മഹദ്ഭൂതം എന്ന് പറഞ്ഞത്. ഇവിടെ മൈത്രേയോട് പറയുകയാണ്. ഇനി അടുത്ത ഗാർഗിയോട് ഇത് തന്നെ പറയും. ആ പരമാത്മനി, അതാണ് പരമാത്മാ എന്ന് പറയുന്നത്. അവിടെ ഭ്രാന്തി ഇല്ലാത്തതാണ്. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതാണ്. പിന്നെ ഭ്രാന്തി ഇല്ലാത്തതെന്ന് പറയേണ്ട കാര്യം ഉള്ളതിനെ ഭ്രാന്തി എന്ന് വിളിക്കാൻ കഴിയില്ല. അജരേ അമരേ അഭയേ, അതുകൊണ്ടാണ് ഈ വിശേഷങ്ങൾ പറയുന്നത്. ഇതെല്ലാം ഭ്രാന്തി ഉള്ളപ്പോഴാണ്. എന്ത്? ജര, മരണം, ഭയം, ഇതെല്ലാം ഈ ഇരുളുള്ളപ്പോ, ആ ഇരുളിനെ കണ്ട് പിശാചിനെ കണ്ട്, ആ പിശാചിനെ കണ്ടിട്ടുള്ള ഭയമാണ്. ഇവിടെ ഇരുളേ ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ ഇത് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം? ഇതിനെന്താ തടസ്സമായിരിക്കുന്നത്? തടസ്സമില്ല. വെളിച്ചത്തിൽ ഇതിന് തടസ്സമൊന്നുമില്ല. ഒരേ ഒരു തടസ്സമുള്ളത് ഇരുളാണ്. ഇരുള് ഇല്ലാത്തതാണ് താൻ. ഇരുളൊരു ഭ്രാന്തിയാണ്. അപ്പോ പരമാത്മനി അജരേ അമരേ അഭയേ ശുദ്ധേ, അവിടെ യാതൊന്നുമില്ല, ശുദ്ധമാണ്. അത് സദാശുദ്ധമായിരിക്കുന്നു. ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. സദാശുദ്ധമായിരിക്കുന്ന ഒന്നിനെ അത് ശുദ്ധമാണെന്ന് എപ്പോ അറിയുന്നു? ഇപ്പോ ഈ ജാഗ്രതത്തിൽ അറിയുന്നത് ശുദ്ധമാണ്. സദാശുദ്ധമായിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഇവിടെ അറിയുന്നു ശുദ്ധമാണെന്ന്. ഇവിടെ ശുദ്ധമാണെന്നറിയുന്ന സദാശുദ്ധമായിരിക്കുന്ന ഒന്നിനെ ഇനി മറ്റൊരവസ്ഥയിൽ അത് അശുദ്ധമാണെന്ന് എങ്ങനെ നിങ്ങൾ കൽപ്പിക്കാൻ കഴിയുന്നു? സ്വപ്നത്തിൽ അശുദ്ധമാണ്, അല്ലെങ്കിൽ സുഷുപ്തിയിൽ അശുദ്ധമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? എന്തുകൊണ്ടത് നിത്യശുദ്ധമായിരിക്കുന്ന ഒന്നല്ലേ? ഇതെല്ലാം ഈ ഭ്രാന്തിയെ യാഥാർത്ഥ്യമായി അംഗീകരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഇതവിടെ അശുദ്ധമായിരുന്നു, ഇവിടെ ശുദ്ധമായി, അവിടെ കാരണമായി, ഇവിടെ കാര്യമായി. ഇതെല്ലാം വിചാരം ചെയ്യാത്തവർ പറയുന്ന അവിചാരിത സിദ്ധമാണ്. ഇത് സദാശുദ്ധം തന്നെ. സൈന്ധവ ഘനവ ഏകരസേ പറയുന്നു. ഇത് ഈ പരലായിരിക്കുമ്പോൾ ഇത് അശുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ട്?
പരലായിരിക്കുമ്പോഴും അത് ജലം തന്നെ, അതിന്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് അശുദ്ധമാകും? ഇവിടെ ഈ ജാഗ്രതത്തിൽ വേണ്ട, സുഷുപ്തിയിൽ അത് ശുദ്ധമായി, സ്വപ്നത്തിൽ ശുദ്ധമായി, ഈ ജാഗ്രതത്തിൽ അത് ശുദ്ധമാകുമോ? എവിടെയെങ്കിലും ഇതിൽ അജ്ഞാനത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നോ? ഇതിൽ അജ്ഞാനത്തെ കണ്ടെത്താൻ പോകുന്നവന് ഒരിടത്തും അജ്ഞാനത്തെ കാണാൻ കഴിയില്ല. അത് ഏതുപോലെയാണ്? ഒരു വെളിച്ചവും കൊണ്ട് ഇരുളിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരാഗ്രഹം ഇരുളിനെ ഒന്ന് സ്പർശിക്കണം. അതിനയാൾ വെളിച്ചവുമായി പോവുകയാണ് ഇരുളിനെ സ്പർശിക്കാൻ. ഇനി വെളിച്ചം കയ്യിലില്ലെങ്കിൽ ഇരുൾ അയാളെ സ്പർശിക്കും, ഇരുൾ അയാളെ ചൂഴ്ന്നു നിൽക്കും. പക്ഷെ വെളിച്ചമാണ് അതിന്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇരുളിന് അയാളെ തൊടാൻ പറ്റത്തില്ല. അതാണ് സൈന്ധവ ഘനവതീകരസേ. എന്തുകൊണ്ട്? ഇതിന് ഏക സ്വഭാവമാണ്. വെളിച്ചത്തിന് ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. എന്താണ്? അത് ഇരുളിനെ തിരസ്കരിക്കുന്നു, ഇരുളിനെ നിരാകരിക്കുക. അതാണ് അതിന്റെ സ്വഭാവം. അതിന്റെ സ്വഭാവം തന്നെ അതാണ്. അതുകൊണ്ട് ഇത് പരളായിരിക്കുന്നു എന്ന് വിചാരിച്ചതിന് യാതൊരു അശുദ്ധി സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് അതിന്റെ ആ സ്വരൂപസ്ഥിതിയെ, സുഷുപ്തിയിലിരുന്ന ആ സ്വരൂപസ്ഥിതിയെ വെടിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വന്നു, ഇവിടെ വിദ്യയും അവിദ്യയും കാണുന്നു എന്നെല്ലാം പറയുന്നുകൊണ്ട് ഇത് ആ സൈന്ധവ ഘനത്തെ പോലെ തന്നെ അതേ സ്വഭാവത്തിൽ, ഏക സ്വഭാവത്തിലിരിക്കാൻ ഇതൊന്നും ഇതിനെ ബാധിക്കുന്നില്ലേ? ബാധിക്കുന്നേ ഇല്ല. മരുമരീചികയിലെ ജലം മരുഭൂമിയെ നനയ്ക്കുന്നില്ല എന്ന് പറയുന്നതാണ്. ഭ്രാന്തമായ ഒന്നിനെയും ബാധിക്കാൻ കഴിയില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ സുഖം അനുഭവിക്കുന്നു, സുഖം എന്നെ ബാധിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു, ദുഃഖം എന്നെ അനുഭവിക്കുന്നു, ക്ലേശങ്ങൾ ശാരീരികം മാനസികമായ ക്ലേശങ്ങളെല്ലാം എന്നെ ബാധിക്കുന്നു. ഞാൻ അറിവാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്നെ ബാധിക്കുന്നില്ലേ? ഇല്ല. കാരണം മരുമരീചികയിലെ ജലത്തെ കണ്ടിട്ട് മാൻ അതിന്റെ പിറകെ ഓടുന്നു. അതുപോലെയുള്ളൂ ഇത്. അവിടെ ജലമില്ല, ആ ജലം അതിനെ ബാധിക്കുന്നില്ല. അതല്ലേ പരമാർത്ഥം. അപ്പോൾ ഈ ബാധിക്കുന്നു എന്ന് പറയുന്ന ഈ അറിവ്, അതിനെയാണ് പറഞ്ഞത് ഭ്രാന്തി. ഭ്രാന്തിക്ക് ഒരിക്കലും ബാധിക്കാൻ കഴിയില്ല. എന്നാലും ഈ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അർത്ഥക്രിയാകാരിത്വം അതിവിടെ കാണുന്നുണ്ടല്ലോ, അത് ഭ്രാന്തിയിലും കാണുന്നുണ്ട്. ഭ്രാന്തിയും അതിന് സാമർഥ്യമുള്ളതാണ്. അതാണ് ഇരുളിലും ഭൂതത്തെ കണ്ട് ഭയക്കുന്നത്. അതാണ് മരീചികയിലെ ജലത്തെ കണ്ടിട്ട് കുടിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഓടുന്നത്. ഭ്രാന്തമായ ഒന്നിനും അർത്ഥക്രിയാകാരിത്വം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഉണ്ട്. ആ പ്രവർത്തനക്ഷമതയ്ക്കൊന്നും സത്യമായിരിക്കണമെന്നില്ല. അത് ഭ്രാന്തിയിലുമുണ്ട്. ഇത് ഈ അർത്ഥക്രിയാകാരിത്വം, പ്രയോഗക്ഷമത എന്ന് പറയുന്നത് ഭ്രാന്തിയിൽ തന്നെ നടക്കുന്നതാണ്, പരമാർത്ഥത്തിൽ നടക്കുന്നതല്ല. അതിന് കൂടുതൽ വ്യക്തമായ തെളിവാണ് സ്വപ്നത്തിലേക്ക് പോയാൽ. അവിടെ എന്തെല്ലാം സംഭവിച്ചു? എന്താ അത് വാസ്തവമായോണ്ടാണോ സംഭവിച്ചതല്ല? അപ്പോൾ വാസ്തവമല്ലാത്തതിലും സംഭവിക്കാവുന്നതെല്ലാം അവിടെ സംഭവിക്കുന്നു. പക്ഷേ വാസ്തവമല്ലാതെന്ന് അറിയുമ്പോൾ മനസ്സിലാക്കുന്നു, ജാഗ്രതയിൽ വന്നിട്ട് മനസ്സിലാക്കുന്നു, അവിടുത്തെ അർത്ഥക്രിയാകാരിത്വം, ആ പ്രയോഗ സാമർഥ്യങ്ങളെല്ലാം ആ ഭ്രാന്തിയാണ്, ഒന്നും വാസ്തവമല്ല. അതുകൊണ്ട് ഈ പ്രജ്ഞാനഘനത്തിൽ നിന്ന് വേറിട്ടനുഭവപ്പെടുന്ന ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം, അതിലെ അർത്ഥക്രിയാകാരിത്വവും അത് സത്യമായതുകൊണ്ട് സംഭവിക്കുന്നതല്ല, ഭ്രാന്തമായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. സ്വപ്നം പോലെ അല്ലെങ്കിൽ മരുമരീചിക പോലെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ആർക്ക് ഈ വിവേകം വരുന്നവന്? വെളിച്ചമില്ലാത്തവനോട്
ഇത് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ശിശുവിനോട് ബാലനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകമുള്ളവനോട് പറയണം ഇത് പ്രേതമല്ല, ഭൂതമല്ല എന്ന് പറഞ്ഞാൽ അവനെ ധരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ആ ഖില്യഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ പരൽ രൂപത്തിലായിരിക്കുന്ന എങ്കിലും ഇത് ഏക സ്വഭാവമാണ്. അതിന്റെ സ്വഭാവത്തെ അത് വെടിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. ഈ ഒരു ഭാവത്തിൽ വന്നിട്ടും അതിന് മുക്ത രൂപത്തിലിരിക്കാമെങ്കിൽ മറ്റവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. സുഷുപ്തിയിലോ സ്വപ്നത്തിലോ ഇതിന് മുക്താവസ്ഥയിലിരിക്കുന്നതിന് എന്താ തടസ്സമായിരിക്കുന്നു? അജ്ഞാനം ഇവിടെയാണോ അതേ മറ്റെവിടെയെങ്കിലുമാണോ? ഇത് അനുഭവിക്കുന്നിടത്താണോ അനുഭവിക്കാത്തിടത്താണോ ഇത് നിലനിൽക്കുന്നത്? വിവേകം കൊണ്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. സൈന്ധവ ഘനവതേക രസേ പ്രജ്ഞാനഘനേ, പ്രജ്ഞാനഘനമാണ്. അതിൽ പരിച്ഛിന്നമായി ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. പരിച്ഛിന്നമായ ഈ ശരീരം നിലനിൽക്കുന്ന, പരിച്ഛിന്നമായിരിക്കുന്ന ഈ വിചാരങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഈ ശരീരവും ഈ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വികാര വിചാരങ്ങളും കൊണ്ടാണ് അതിനെ പരിച്ഛിന്നമാക്കുന്നത്. അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഈ ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, വാസ്തവമായ അനുഭവമാണ്. അല്ലാതെ ഭ്രാന്തിയും ഒരു ഭ്രാന്തിയല്ല, മറിച്ച് അത് അനുഭവമാണ്, ഓരോ ജീവന്റെ അനുഭവമാണ്. അതുകൊണ്ട് എന്താണ് പ്രജ്ഞാനഘനെ അനന്തേ അപാരേ നിരന്തരേ അവിദ്യാജനിത ഭ്രാന്തി ഭേദവർജിതേ പ്രവേശിതഃ. ആര് പ്രവേശിച്ചിരിക്കുന്നു? ഇവിടെ പറയുന്നു മഹാസമുദ്രസ്ഥാനീയേ. മഹാസമുദ്ര എങ്ങനെയാണോ ജലത്തിൽ ആ ഉപ്പ് പരൽ പ്രവേശിച്ചത്, ജലത്തിലേക്ക് ആ ഉപ്പ് പരൽ പ്രവേശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ജലം തന്നെയാണ്, മറ്റൊന്നുമല്ല. അതിന് പറയുന്നു നീ യാജ്ഞവൽക്കൻ മൈത്രിയോട് പറയുന്നു നീ ഇവിടെ മർത്തിയായിരിക്കുന്നു, ഖില്യഭാവമാപന്ന, ഈ ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ജീവഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നോ ജാഗ്രത് ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നോ പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. കാരണം ജീവഭാവം എന്ന് പറയുന്ന ഈ ശരീരാഭിമാനത്തെ പ്രാപിച്ചിരിക്കുന്നതിന്, ജാഗ്രത എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഈ ഉണർവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ഉണർവിനപ്പുറം വേറൊരു ജീവഭാവമില്ല. ഈ ഉണർവിനപ്പുറം ഒരു ശരീരാഭിമാനം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിമാനമില്ല. ഇതിനെ തന്നെയാണ് അഹംഭാവം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് അഹം സ്ഫുരണം, അഹം ബോധം എന്ന് പറയുന്നത്. ഈ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന നീ ആ മഹാസമുദ്രസ്ഥാനീയമായിരിക്കുന്ന പരമാത്മനെ അതിനെയാണ് വിശേഷിപ്പിച്ചത് അജരേ അമരേ അഭയേ. ഇവിടെ എന്താണോ ഈ ഭ്രാന്തിയിൽ അനുഭവപ്പെടുന്നത് അതിന് നേരെ വിപരീതമായിരിക്കുന്നതാണ്. അത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ സിദ്ധമാണ്. ഈ ഭ്രാന്തിയിൽ എന്തൊക്കെ അനുഭവിക്കുന്നത്? ഭയമുണ്ട്, മരണമുണ്ട്, ജരയുണ്ട്, അന്തമുള്ളതാണ്, ഇതിന് പാരമ്പര്യമുള്ളതാണ്, ഇവിടെ അജ്ഞാനമുണ്ട്. ഇതെല്ലാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലാതിരിക്കുന്ന ഇവിടെ, ഇതെല്ലാം വിട്ടിട്ടിരിക്കുന്ന അവസ്ഥ, അത് സ്വാനുഭവത്തിലുള്ളത്. അതിനുവേണ്ടി വേറൊരിടത്തും പോകേണ്ട കാര്യമില്ല. നിരന്തരം എന്താണ്? സതി സമ്പദ്യ ന വിദു സതി സമ്പദ്യാവഹേ എന്ന് പറഞ്ഞല്ലോ. ഒരാളുടെ കാര്യം പറയണം. സർവപ്രാണികളും, മനുഷ്യനെന്നോ ദേവനെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഉള്ള ഭേദമില്ല. സർവജീവന്മാരും ആ സത്തിനെ പ്രാപിച്ചിട്ട്, അഹരഹ എന്ന് പറയും, സദാ അതിനെ പ്രാപിച്ചിട്ട്
അത് പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയില്ല. ഇതെല്ലാം അവിടെ വെടിയുന്നു. വെടിഞ്ഞിട്ട് ആ പ്രജ്ഞാനഘനമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന, അപാരമായിരിക്കുന്ന അവിദ്യാജനിത ഭ്രാന്തി ഭേദവർജിതേ പ്രവേശിത എന്നും പ്രവേശിക്കുന്നു. ഈ അവിദ്യാജനിതമായ ഭ്രാന്തി ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? അത് നിത്യാനുഭവമാണ് ഓരോരുത്തരും. അങ്ങനെ പ്രവേശിക്കുന്നു. ഇവിടെ ഭാഷ്യത്തിൽ ആ ദൃഷ്ടാന്തം പറഞ്ഞില്ലെങ്കിലും മറ്റു ഭാഗത്ത് ആ ദൃഷ്ടാന്തം പറഞ്ഞതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുഷുപ്തിയുടെ ദൃഷ്ടാന്തം കൂടെ പറയുന്നത്. ഇതേ ദൃഷ്ടാന്തത്തോടുകൂടി ഇതേ കാര്യം ഭാഷ്യകാരൻ പല സ്ഥലത്തും വിശദീകരിക്കും. ഇനി അത് കൂടുതൽ വിശദീകരിക്കും, കുറച്ചുകൂടി വ്യക്തമായി പറയും. ഇത് സദാ ഉള്ള അനുഭവമാണ്. ഈ അനുഭവത്തിൽ നിന്ന് ചിന്തിച്ചാൽ താൻ എന്താണ് അനന്തവും അപാരവും നിരന്തരവും മായ പ്രജ്ഞാനഘനമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാലോ തസ്മിൻ പ്രവിഷ്ടേ, അങ്ങനെ സ്വസ്വരൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിൽ അതാ പറഞ്ഞത്, പ്രളയം അതൊന്ന് സഹജമായി സംഭവിക്കുന്നു, മറ്റൊന്ന് ബുദ്ധിപൂർവമായി സംഭവിക്കുന്നു. അത് ബുദ്ധിപൂർവമായി സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബുദ്ധിപൂർവമായിട്ടുള്ള ആ പ്രളയം എന്ന് പറയുന്ന ഈ പറയുന്ന തത്വബോധം, അതിനപ്പുറമൊന്നുമില്ല. ആ തത്വബോധത്തിലും ഗ്രഹിക്കുന്നു എന്താണ് ഇവിടെ ഉത്പത്തി, സ്ഥിതി, പ്രളയം, ഇത് മൂന്നും വിശേഷിച്ച് സംഭവിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല. ആ പ്രളയം സംഭവിക്കുന്നു, തന്നെ സംഭവിക്കുന്നു. അതിവിടെ എന്തുകൊണ്ട് ആ പ്രളയം സംഭവിക്കുന്നു? ഈ വിവേകമില്ലാത്തതുകൊണ്ട്. വിവേകം ഉണ്ടായാലോ പിന്നെ പ്രളയം സംഭവിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അവിടെ സൃഷ്ടിയില്ല? സൃഷ്ടി ഉണ്ടെങ്കിലേ പ്രളയമുള്ളൂ. സൃഷ്ടിയും പ്രളയവും ഇല്ലാതെ താൻ നിത്യമുക്തനായിരിക്കുന്നു എന്നുള്ള ബോധം അവിടെ ഉണ്ടാകും. തസ്മിൻ പ്രവിഷ്ടേ പറയുന്നു. ആ തത്വത്തിൽ പ്രവേശിച്ചാൽ സ്വയോനിഗ്രസ്തേ തുല്യഭാവം. ഇവിടെ പറയുന്ന ഉപ്പുപരലിനെ ജലം വിഴുങ്ങിക്കളയുന്നു. എന്നുവെച്ചാൽ അവിടെ അത് അപ്രത്യക്ഷമാകുന്നു. വിഴുങ്ങുന്ന എന്താണ്? അപ്രത്യക്ഷമാകുക. ഉപ്പുപരൽ ഇവിടെ പോയി, ജലം അതിനെ ഭക്ഷിച്ചു കളഞ്ഞു എന്നാ പറയുന്നു, വിഴുങ്ങിക്കളഞ്ഞു എന്നോ. അതുപോലെ ഈ തത്വം, തന്റെ സ്വരൂപം, ഈ ഖില്യഭാവത്തെ നേരത്തെ പറഞ്ഞു ഉപാധി സംബന്ധി ജനിതമായ ഈ ഭ്രാന്തിയെ അത് വിഴുങ്ങിക്കളയുന്നു. എന്നുവെച്ചാൽ അതിന്റെ ശരിയായ പ്രകാശത്തിൽ ഈ ഭ്രാന്തി പോകുന്നു. വെളിച്ചത്തിൽ ഈ ഇരുള് നശിക്കുന്നു. വെളിച്ചത്തിൽ ഈ ഇരുളിന് നിൽക്കാൻ കഴിയുന്നില്ല. ഈ ഇരുള് വാസ്തവമല്ല, ഇത് കൽപ്പിതമാണ്. അതുകൊണ്ട് സുയോനിഗ്രസ്തേ ഖില്യഭാവേ അവിദ്യാകൃതേ ഭേദഭാവേ പ്രണാശിതേ. അത് പറയുന്നു ഇവിടെ ഈ ജാഗ്രത സംഭവിക്കുന്നു. സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, ബോധം കൊണ്ട് സംഭവിക്കുന്നു. ഈ ബോധമില്ലായ്മയാണ്. ഇവിടെ ശ്രുതിയിൽ വിവരിച്ച ആ ബോധം നമുക്കില്ല. അല്ലെങ്കിൽ തത്വമസി എന്ന് ഉപദേശിച്ച ആ ബോധം അതിശ്രോതാവിനില്ല. ആ ബോധം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന എന്താണ്? ഖില്യഭാവേ അവിദ്യാകൃതി. ഇത് കേവലം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് മാത്രമാണ്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമേ അല്ല. അതുകൊണ്ടാണ് അതിനെ ഭ്രാന്തി എന്ന് വിളിക്കുന്നത്. അതാണ് ഈ ഖില്യഭാവം. ഈ ദേഹാത്മബുദ്ധി, ശരീരാത്മഭാവം, ഇതെല്ലാം ഭേദഭാവേ, അതാണ് ഈ അവിദ്യാകൃതമായ ഭേദഭാവം. ഞാൻ വേറെ, പരൻ വേറെ, അന്യൻ വേറെ, പരതത്വം വേറെയാണ്, എന്റെ തത്വം വേറെയാണ്. ഇത്തരത്തിലുള്ള ഈ ഭേദഭാവം പ്രണാശിതേ, പൂർണ്ണമായും ഇല്ലാതാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അവിദ്യയുടെ നാശം അതൊരു ചാരം പോലും അവശേഷിപ്പിക്കുന്നില്ല. ഒരു വസ്തു അല്ലാത്തതുകൊണ്ട് തന്നെ പ്രണാശം, ഭസ്മസാത് കുരുതേ എന്ന് പറഞ്ഞില്ലേ, ഇത് ഭസ്മത്തെ ഭസ്മമാക്കുന്ന പോലെ. പിന്നെ ഒന്നും അവിടെ ശേഷിക്കുന്നില്ല.
പ്രനാശിതേ ഇതം ഏകം അദ്വൈതം മഹദ്ഭൂതം മഹച്ചതദ്ഭൂതം ച മഹദ്ഭൂതം സർവമഹത്തരത്വാ ആകാശാദികാരണത്വാച്ച ഭൂതം തൃഷു വികാരേഷു സ്വരൂപ അമ്യവിചാരാ സർവദൈവ പരിനിഷ്പന്നമിതി ത്രൈകാലികോ നിഷ്ഠാപ്രത്യം. ഇവിടെ മഹദ്ഭൂതം അനന്തരം അപാരം വിജ്ഞാനഘന ഏവ അതിനെ വിശദീകരിക്കുകയാണ്. ഇത് വിജ്ഞാനഘനം തന്നെയാണ്. സയഥാ സൈന്ധവഖില്യ ഉദകേ പ്രാപ്തി ഉദകമേവ അനുവിധീയേത നഹാസി ഉദ്ഗ്രഹണായ ഏവ സയതോ യതസ്വാദതീത ലവണമേവ ഏവം വാ രയിതം മഹദ്ഭൂതം അനന്തരം അപാരം അനന്തം അപാരം വിജ്ഞാനഘന ഏവ യദേഭ്യോ ഭൂതേഭ്യോ സമുദ്ധായ താന്യേവ അനുവിനശ്യതി ന പ്രേത്യ സംജ്ഞാ അസ്തി ഇത്യപരേ ബ്രവീമി. അത് വിശദീകരിക്കുകയാണ്. തസ്മിൻ പ്രവിഷ്ടേ സുയോനിഗ്രസ്തേ ആ ജലത്തെ ആ ജലം ആ ഉപ്പിനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത് ജലമായി മാറിയാൽ ചില്ലിഭാവി അവിദ്യാകൃതേ ഭേദഭാവി ഇത് അവിദ്യാകൃതമാണ് അജ്ഞാനകൃതമാണ് ഭേദഭാവം. അത് പ്രനാശിതേ ഞാൻ ജലത്തിൽ നിന്ന് വേർപെട്ട് ഇപ്പൊ ഉപ്പ് പരളായിരിക്കുന്നു എന്നുള്ള ആ ഭേദഭാവം അത് നശിച്ചു കഴിഞ്ഞാൽ ഇതമേകം അദ്വൈതം മഹദ്ഭൂതം ഇത് അദ്വൈതം തന്നെയാണ്. അതിനാണ് നേരത്തെ പറഞ്ഞ എന്താണ് മഹദ്ഭൂതം. അപ്പോൾ ഇത് മഹദ്ഭൂതമായി തീരുന്നു. ഇപ്പോൾ മൈത്രേയിയോട് പറയുന്നു, നീ പോയി ഉപാധിജനിതമായ ഈ അല്പഭാവത്തിലിരിക്കുകയാണ്, ആ നീ തന്നെ മഹദ്ഭൂതമായി തീരുന്നു എന്നാണ്. മഹശ്ചതദ്ഭൂതം ച മഹാഭൂതം. എന്തുകൊണ്ട് അതിന് മഹാഭൂതം എന്ന് പറയുന്നു? സർവമഹത്തരത്വ ആകാശാദി കാരണം ആകാശത്തെക്കാളും അത് മഹത്താണ്. ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ഈ ആകാശത്തെക്കാളും അത് മഹത്താണ്. അതുകൊണ്ടാണ് ഇതിനെ ഭൂതം. തൃഷു വികാരേഷു സ്വരൂപ അവ്യവിചാര. അത് ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സുഷുപ്തിയിലായാലും ശരി, മൂന്നവസ്ഥകളിലും ഭൂതം വർത്തമാനം ഭാവി. നമ്മൾ സാധാരണ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഭൂതകാലത്ത് വച്ചിട്ടാണ്. സുഷുപ്തി ഭാവിയിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പൂർവ്വകാലത്തിൽ സംഭവിച്ചിട്ടാണ്. അത് ത്രികാല അതീതമാണെങ്കിലും നമ്മളവിടെ അങ്ങനെ ചിന്തിക്കും. എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിൽ ഈ വർത്തമാനത്തിൽ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് പൂർവ്വാനുഭവങ്ങളെല്ലാം പൂർവ്വകാലത്തിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വാസ്തവത്തിൽ അതിന് പൂർവ്വം വർത്തമാനം ഭാവി എന്നുള്ള ഭേദമൊന്നുമില്ല. ഈ മൂന്ന് കാലത്തിനും ഇവിടെ എന്താ പറയുന്നത്? തൃഷുവികാരേഷു സ്വരൂപ അഭ്യഭിചാര. സ്വരൂപത്തിൽ നിന്ന് മാറ്റമില്ല, അത് സ്വരൂപം തന്നെ ആയിരിക്കുന്നു. അത് മൂന്ന് കാലത്തിനും സ്വരൂപത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് ഈ മൂന്ന് കാലത്തെയും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജാഗ്രതത്തിൽ ബോധിപ്പിക്കുകയാണ്. ജാഗ്രതത്തിൽ ആണ്, ഇപ്പോഴാണ് അറിയുന്ന മൂന്ന് കാലത്തെ. ഈ വർത്തമാനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭൂതഭാവികളെ ഈ വർത്തമാനത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നത്. ആ മൂന്ന് കാലത്തിലും ഇത് സ്വസ്വരൂപം തന്നെയായിരുന്നു. എന്നുവെച്ചാൽ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് കാലത്തിൽ. ഇവിടെയില്ല. ഇവിടെ വളരെ പ്രയാസപ്പെട്ടിട്ട് സുഷുപ്തിയിൽ അജ്ഞാനമില്ലെന്ന് സമർത്ഥിക്കുകയല്ല ചെയ്യുന്നു. ഈ ജാഗ്രതത്തിൽ അതില്ല. ഈ ജാഗ്രതത്തിൽ ഇല്ലാത്തതുപോലെ ഒരിടത്തുമില്ല. ഏതെങ്കിലും ഒരവസ്ഥയിൽ ഈ അവിദ്യയെ സമർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. മറിച്ച് എല്ലാ അവസ്ഥകളിലും ഈ അവിദ്യയെ നിരാകരിക്കുക വേണ്ടത്. ആ നിരാകരിക്കുന്ന അറിവ്, അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അല്ലാതെ അവിദ്യയെ സമർത്ഥിക്കാൻ വേണ്ടി, അവിദ്യയെ സമർത്ഥിച്ച് നിലനിർത്താൻ വേണ്ടി ഒരു ഉപദേശം ഇവിടെയില്ല, അദ്വൈതത്തിലില്ല. അതുകൊണ്ട് അവിദ്യ എവിടെ നിൽക്കുന്നു?
അതിന്റെ നിലനിൽപ്പ് എവിടെയാണെന്ന് പോയി അന്വേഷിക്കേണ്ട യാതൊരു ആവശ്യം ഇവിടെ. പിന്നെ അവിദ്യ എവിടെ നിരാകരിക്കുന്നു അതാണ് അന്വേഷിക്കേണ്ടത്. അത് സ്വസ്വരൂപത്തിൽ എപ്പോ ഏത് സമയത്ത് അതിന് സമയമില്ല. 3 കാലത്തിലും അവിദ്യ അവിടെ നിരാകരിച്ചിരിക്കുന്നു. സ്വപ്രകാശേ കുതോ വിദ്യ മുമ്പ് വന്നു. ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം അറിവിന്റെ രൂപമാണ്. അറിവിലെവിടെ അവിദ്യ വരും? അത് വരാൻ വഴിയില്ല. അതുകൊണ്ട് സ്വരൂപ അവ്യഭിചാര, ജാഗ്രത ആയാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും ഭൂതവർത്തമാന ഭാവികളായാലും ശാരീരികമോ മാനസികവുമായ ഏതവസ്ഥയായാലും ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി പ്രളയം ഏതവസ്ഥയിലായാലും ശരി സ്വരൂപത്തിൽ നിന്ന് ഇതിന് മാറ്റമില്ല. സർവദാ ഏവ പരിനിഷ്പന്നം, ഇത് സർവദാ പരിപൂർണമായിരിക്കുന്നു. സർവദാ ഇത് പരിപൂർണമാണ്. ഇതിന് അപൂർണത സംഭവിക്കുന്നില്ല ഒരവസ്ഥയിലും. ഇതിലൊരു അവസ്ഥയിലും പരിച്ഛേദം, പരിച്ഛിത്തി, പരിച്ഛിന്നത, പരിമിതി അത് സംഭവിക്കുന്നില്ല. ത്രൈകാലിക അർത്ഥത്തിലാണ് ഇവിടെ ഭൂതം എന്ന് പറയുന്നത്. ത്രൈകാലിക നിഷ്ഠാപ്രത്യം എന്ന് പറയുന്നത് അതാണ്. ഈ ഭൂതം എന്നുള്ള ആ ശബ്ദത്തിലൂടെ തന്നെ ഇതിന്റെ അബാധിതമായ സ്വരൂപം, നിത്യമുക്തമായ സ്വരൂപം, പരിപൂർണമായ സ്വരൂപം അതിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്രുതി. അതിനാണ് ഭൂതം എന്നുള്ള ശബ്ദത്തെ ഉപയോഗിച്ചതെന്നാണ്. അതുകൊണ്ടത് ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ആണ് ഇവിടെ പറഞ്ഞത്. സമുദ്രജലത്തിന്റെ കില്യഭാവം, ജലത്തിന്റെ പരൽഭാവം, അതും ജലവും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ആകുമ്പോഴും അത് ജലമായി തന്നെ ഇരിക്കുന്നു. അതിലൂടെ പറയുന്നു സമുദ്രാംഭ ഖില്യത്വം യാതി ഭാനുവിഭാഗത സിന്ധോരായാദസ യദ തസ്മാ സൈന്ധവോച്യതേ അസംഭിന്നസ്വാവയവ ഖില്യശോധ നിഗദ്യതേ സ്വയം സൈന്ധവഖില്യവസ്തു യഥേവേഹ മഹോധതോ. നമ്മൾ ചർച്ച ചെയ്താണ്. തേജോ വിരോധിനിയും പ്രാപ്യ പ്രകൃതിയും വിജഹാത്യഥ തേജോ വിയോഗാത് കാഠിന്യം ധ്വസ്തി ഭവതി തദ്ഘനം. ഖില്യഭാവത്തെ പ്രാപിക്കുന്നു. അത് ഉഷ്ണം കൊണ്ട് അത് പ്രാപിക്കുന്നു. തേജോ വിരോധിനിയും പ്രാപ്യ പ്രകൃതിയും വിജഹാത്യത. ആ ഉപ്പുകല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ ആയത് ചൂടുകൊണ്ടാണ്. നീ വെള്ളത്തിലിട്ട് തന്നെ ചൂടാക്കുക. ചൂടാക്കിയാൽ അത് ആ ചൂടുകൊണ്ട് തന്നെ അത് വീണ്ടും പഴയ ഭാവത്തെ പ്രാപിക്കും. ഇനി അത് വേണ്ട, ആ ഉഷ്ണം വേണ്ട, അതിനെ വെറുതെ വെള്ളത്തിലിട്ടിരിക്കുക. അവിടെ ഉഷ്ണമേ ഇല്ല, എന്നാലും അത് ആ ഭാവത്തെ പ്രാപിക്കും. വീണ്ടും സ്വയം അതതിൻ്റെ ഒരു പ്രവണതയാണ്. അത് ഉണ്ടാകുന്നതിനൊരു കാരണമുണ്ടായി. അത് നമ്മൾ തേജസ് എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ സ്വഭാവമാണ് പൂർവസ്ഥിതിയെ പ്രാപിക്കുക, തന്റെ ഈ ഖില്യഭാവത്തെ പിടിക്കുക എന്ന് പറയുന്നു. അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടത് തേജസ് കൊണ്ടും അത് വീണ്ടും അതിനെ പ്രാപിക്കും. തേജസ് ഇല്ലെങ്കിലും അത് അതിന്റെ സ്വരൂപത്തെ പ്രാപിച്ചു തന്നെ തീരും. അതിന് ആ സ്വരൂപത്തെ അതിന് പ്രാപിച്ചേ തീരും. എന്തുകൊണ്ട്? അതിപ്പോഴും ആ സ്വരൂപത്തിൽ തന്നെയാണ്. അതിനി പ്രാപിക്കുന്നതും തന്റെ സ്വരൂപത്തിൽ തന്നെയാണ്. എന്നാൽ ഈ ഖില്യഭാവത്തെ അത് വിടുന്നു. എങ്ങനെയാണ് ഇവിടെ ഈ ഉപാധി സംബന്ധത്തെ വിടുന്നത്, ശരീര സംബന്ധത്തെ വിടുന്നത്, കർണസംബന്ധത്തെ വിടുന്നത്? എന്നിട്ട് തന്നെ അറിയുന്നു താൻ നിത്യമുക്തനാണ്, ഈ സംബന്ധമില്ലാത്തവനാണ്. അതാണ് തേജോ
വിരോധിനീം പ്രാപ്യ പ്രകൃതിം വിജഹാത്യഥ തേജോ വിയോഗാത് കാഠിന്യം ദുസ്തി ഭവതി തദ്ധനം. തദ്ധനം ആ ഉപപരൻ. തേജോ വിയോഗ ആ തേജസ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേജസ്സിന്റെ വിശിഷ്ടമായ സംബന്ധം കൊണ്ട് രണ്ടായാലും ശരി, കാഠിന്യം ദുസ്തീഭൂതി, അതിന്റെ ആ കാഠിന്യം അതില്ലാതാകുന്നു, അതിന്റെ ആ പരൽഭാവത്തെ അതില്ലാതാകുന്നു, അത് വെടിയുന്നു. എന്തുകൊണ്ട്? അതെപ്പോഴും അതാണ്. ഇവിടെ അത് തന്നെ. ഈ ഭ്രാന്തിയെ മാറ്റുന്ന വെളിച്ചം വരുമ്പോൾ, ആ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? താൻ സ്വയം നിത്യമുക്തനായിരിക്കുന്നു, സ്വയം ഭ്രാന്തിരഹിതനായിരിക്കുന്നു. എന്നിട്ടും ഇവിടെ ഇത് സംഭവിച്ചു. അത് സംഭവിച്ചതുകൊണ്ട് അതിനെ മാറ്റുന്നതിന് വേണ്ടി വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യം വരും. ആ വെളിച്ചം കൊണ്ടത് മാറുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും താൻ തന്റെ സ്വരൂപത്തെ വിടുന്നില്ല. അതുപോലെയാണ് ഉപ്പുകല്ലും. അത് സ്വയം അതങ്ങനെ ആയിരുന്നു, സ്വയം ജലം തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരവസ്ഥ. അപ്പോൾ അതിനെ മാറ്റുന്നതിന് ഒരു തേജസ് ആവശ്യമായി വന്നു. ഇവിടെ എങ്ങനെയാണ് വെളിച്ചം ആവശ്യമായി വന്നത്, അതുപോലെ. അതുകൊണ്ടത് ഇല്ലാതായി. എന്താണ് ആ വെളിച്ചം എന്ന് പറയുന്നത്? ആ വെളിച്ചം ദീപത്തിന്റെ വെളിച്ചം ദീപം തന്നെ. അതുപോലെ ഇവിടെ ഈ തേജസ്സിന്റെ ആത്മതേജസ്സിന്റെ വെളിച്ചം എന്താണ്? അത് ആത്മതേജസ് തന്നെ. ആത്മതേജസ്സിൽ അത് സ്വയം ഏകീഭവിക്കുന്നുവെന്നും പറയാം. വെള്ളത്തിൽ ആ ഉപ്പ് സ്വയം കലങ്ങുന്നു. അതതിന്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് സ്വയം അതിലേക്ക് വിലയിക്കുന്നത്. ആഗ്രഹിക്കാതെ അഹരഹ സതിസമ്പദ്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സ്വയം അതിലേക്ക് വിലയിക്കുന്നു. അതതിന്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ. പക്ഷെ ഇവിടെ അതിനെ വിലയിപ്പിക്കുന്നതിന് ജ്ഞാനം വേണം. ചിലപ്പോൾ നമ്മൾ പിന്നെ വിലയിപ്പിക്കുന്നതിന് ചൂട് കൊടുക്കും. അതുപോലെ ഇവിടെ ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് അത് വിലയും. അല്ലെങ്കിൽ സ്വയം വിലയിക്കുന്നു. അല്ലെങ്കിൽ അത് സ്വതേ അത് ആ ഉപ്പ് പരലായിരിക്കുമ്പോഴും ജലമായി തന്നെ ഇരിക്കുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും മനസ്സിലാക്കും. ഇവിടെ ഒരു വിലയത്തിന്റെ ആവശ്യമില്ല, ഇവിടെ ഒരു നാശത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ ഉപ്പ് പരൽ ജലം തന്നെയാണ്. പിന്നെ ഇനി എന്താ? ലയിച്ചെന്താകാനാണ്? ലയിക്കുന്ന മുമ്പേ ആകാതിരുന്ന ലയിച്ചിട്ടാകും? ഇല്ലല്ലോ. അതുകൊണ്ട് അത് പരലായിരിക്കുമ്പോഴും അങ്ങനെ. ഇനി സ്വാഭാവികമായി അതാ വെള്ളത്തിൽ കുറെ കാലം കിടക്കട്ടെ, അത് ലയിച്ച് അതിൽ തന്നെ ചേരും. ഇനി പുറമെ നിന്ന് അതിനെ ഒന്ന് ചൂടാക്കട്ടെ, എന്നാലും അത് ലയിച്ചു ചേരും. എന്തായാലും അതിന്റെ സ്ഥിതി ആ ജലത്തിൽ തന്നെ. അതിനൊരിക്കലും ജലത്തെ വിട്ടുപോകാൻ കഴിയത്തില്ല. അതിന് ജലമല്ലാതെ മാറാൻ കഴിയത്തില്ല. ജലത്തിന് പുറത്ത് വന്നിട്ട് അതിന് യാതൊരു കളിയില്ല. എല്ലാം ജലത്തിൽ നിന്നുകൊണ്ട്. അതുപോലെ ഇവിടെയും ഒന്ന് സഹജമായി അത് സംഭവിക്കുന്നു. അത് ഈ ജലത്തിൽ കിടക്കുന്നതുകൊണ്ട് അത് ജലമായി തന്നെ തീരും. ആ ജലത്തിനോട് ഏകീഭവിക്കുന്നു. അല്ലെങ്കിൽ ഈ ജാഗ്രതത്തിലേക്ക് വരണം. ആ സുഷുപ്തിയെ വിട്ടിട്ട്, ആ സഹജാവസ്ഥയെ വിട്ടിട്ട് ജാഗ്രതത്തിലേക്ക് വന്നിട്ട് ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് ഇത് ലയിക്കണം. ഇതില്ലെങ്കിൽ ഇത് രണ്ടും വേണ്ട. ഇതവിടെ ആയിരുന്നാലും ശരി, ഇവിടെ ആയിരുന്നാലും ശരി, ഇത് ആ പ്രകാശം തന്നെയാണ്. ആ വിജ്ഞാനഘനം തന്നെയാണ്. ഇതിലിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ മൂന്ന് തരത്തിലും ഇവിടെ പറയുകയാണ്. കാഠിന്യ കാരണധ്വസ്തവും ഖില്യസ്യൈവ മഹോദധൗ കഠിനമുദക വിധ്വംസം അനുഖില്യോ വിലീയതേ. ഓം ശാന്തി ശാന്തി ശാന്തി.